ഷാർജ പുസ്തകോത്സവത്തിന്റെ അമരക്കാരനാണ്. ഉം. അത് ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. എന്നെ ഞാൻ പ്ലേസ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാനൊരു വളരെ ഹംബിൾ ആൻഡ് സിമ്പിൾ ആയിട്ടൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളത്. കാരണം തീർച്ചയായും വെച്ചാൽ തീർച്ചയായും. എന്റെ ജീവിത രീതി അതാണ്. ഒന്നും ഒരു ഹൈഫൈയിലേക്ക് പോകാറില്ല. ഇതേ എല്ലാവരും വൈബ് തന്നെയാണ് നമുക്കും കിട്ടുന്നത്. നമുക്ക് മോനായിട്ട് എപ്പോഴും കാണുന്നത് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിലൈറ്റ് ആക്ച്വലി. അങ്ങനെ മാധവേട്ടനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് അതിന്റെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ ഇന്റർവ്യൂവിന് പോവാണ്. ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചർ ആൻഡ് ഇൻഫർമേഷനിലേക്ക് ഞാൻ പോവാണ്. എങ്ങനെയാണ് ഒരു പയ്യന്നൂരിലെ ഒരു ഗ്രാമത്തിലെ ഒരു ചെറുപ്പക്കാരൻ നേരെ ഷാർജയിലെ ഒരു പുസ്തകത്തിന്റെ ലോകത്ത് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? ആ യാത്രയെ കുറിച്ച് പറയാം. നമ്മൾ ഒരു 5 കൊല്ലം കൂടുമ്പോൾ ഭാര്യനെ മാറ്റുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഭാര്യനെ മാറ്റുന്നത്? നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ട്ണർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതെ, അവിടെ ലവ് ഉണ്ട്, എഫെക്ഷൻ ഉണ്ട്, അതെ. കെയർ ഉണ്ട്, correct. കൺസേൺ ഉണ്ട്. അപ്പോൾ എന്നിട്ട് അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും ഞാൻ കണ്ണ് നിറയുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അയാൾ ഉടനെ റോയൽ ഫോട്ടോഗ്രാഫർ അവിടെ നിൽക്കുന്നുണ്ട്. ടേക്ക് എ ഫോട്ടോ ഫോർ കേരള എന്ന് പറഞ്ഞിട്ട് ഇയാൾ എൻ്റെ കൈ പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുപ്പിച്ചു. പിന്നെ അദ്ദേഹം സ്വയം ഒരു 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 എഴുത്തുകാരൻ കൂടിയാണ്. ഇത്രയും പുസ്തകം എഴുതിയ ഒരു ഭരണാധികാരി വേറെ ഉണ്ടാവില്ല. 60-ലധികം പുസ്തകം. അതെ 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 അതെ. ഇതാണ് ഷാർജ ബുക്ക് ഫെയറിന്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് ഞാൻ പറയും. അപ്പൊ ഈ വിമർശനം ശരിയാണ്. അതായത് ഈ ഒരു പുസ്തക പ്രകാശനത്തിന് ശേഷം അതിന് കൂടുതൽ വായന ഉണ്ടാവുന്നില്ല, കൂടുതൽ പതിപ്പുകൾ ഉണ്ടാവുന്നില്ല. വായന മൂലം വരുന്ന പതിപ്പുകളൊന്നും വരുന്നില്ല. ഇവിടെ ഉദിക്കുന്നു, ഇവിടെ അസ്തമിക്കുന്നു. അതാണ് സ്വന്തമായിട്ട് എപ്പോഴാണ് ഒരു പുസ്തകം? അല്ല, ഈ ക്വസ്റ്റ്യൻ ഞാൻ ടാക്കിൾ ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറയായി. പ്രേമിച്ചിട്ടുണ്ടോ? ശരിക്കും ഞാൻ ഒരു പ്രേമം എനിക്കുണ്ടായിരുന്നു. വെരി നൈസ് എന്നല്ല, ഷീസ് എ വെരി നൈസസ്റ്റ് വുമൺ ഐ ഹാവ് എവർ കം അക്രോസ് എന്നല്ലാണ്. ഓക്കെ, ഞാൻ പോയി കാണാൻ പോകും. അങ്ങനെ ഞങ്ങൾ പോകുന്നു, ഫിക്സ് ചെയ്യുന്നു, കല്യാണം. ഇത്രേ ഉള്ളൂ. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഹലോ മേഡം, നമസ്കാരം. See, I feel more than thankful right now because നമ്മൾ ഇത് ഷൂട്ട് ചെയ്യുന്ന ഇന്നൊരു ശനിയാഴ്ച രാവിലെ 8 മണിക്കാണ്. മോനേട്ടന്റെ ഫാമിലിയുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ട സമയം, അല്ലെങ്കിൽ പിന്നെ കൊച്ചുമക്കളെ കുറിച്ച് ഒരു കുടിയുടെ ഒരു ബീച്ചിലോ അല്ലെങ്കിൽ പാർക്കിലോ പോകുന്ന സമയത്താണ് മോനേട്ടൻ എന്നോട് സംസാരിക്കാൻ തയ്യാറാകുന്നത്. അതിന്റെ ഒരു ഐ ഫീൽ മോർ ദാൻ ഇറ്റ്സ് ക്ലോസ് ടു ഡിലൈറ്റ് ഫോർ മീ റൈറ്റ് നൗ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ്. അതൊരു സന്തോഷമല്ലേ അത്? കാരണം വെച്ചാൽ മനോജിനെ പോലെയുള്ള ഒരു വ്യക്തി വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും, കാരണം അതിലൊരു എലിമെന്റ് ഉണ്ടാവും എന്തായാലും, വെറുതെ വിളിക്കില്ലല്ലോ. അപ്പോൾ ആ ഒരു കൺസിഡറേഷനാണ് ഞാൻ കാണിക്കുന്നത്. കാരണം വെച്ചാൽ നമുക്കിപ്പം അരമണിക്കൂർ ഡ്രൈവ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരുന്നത്. രാവിലെ സാധാരണ ഇന്നലെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് കിടന്നത്. എന്നാൽ പോലും എനിക്കറിയാം ദർ ഇസ് സംതിങ് ദർ. കാരണം വെറുതെ അല്ല, ദർ ഇസ് സം റീസൺസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എത്തിയത്. പിന്നെ നമ്മുടെ പേഴ്സണൽ റിലേഷൻ. അതെ അതെ, താങ്ക് യു. എൻ്റെ ആദ്യത്തെ ചോദ്യം എന്ന് വെച്ചാൽ, നമ്മൾ മലയാളികൾ പ്രത്യേകിച്ചിട്ട് ചില വ്യക്തികൾക്ക് ചില സ്ഥാനങ്ങൾ, ചില വിശേഷണങ്ങൾ ചാർത്തി കൊടുക്കാറുണ്ട് അല്ലേ? ശരിയല്ലേ? അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാണ് ദി കംപ്ലീറ്റ് ആക്ടർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതാരാണ്. അതുപോലെ മോനേട്ടനെ മലയാളികൾ, പ്രത്യേകിച്ച് യുഎയിലെ മലയാളികൾ, മോനേട്ടനെ കുറിച്ച് സംസാരിക്കുമ്പോഴേ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എഴുതുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഒരു വാചകമുണ്ട്, ഒരു വിശേഷണമുണ്ട്. കേട്ടിട്ടുണ്ടോ? അത് അവര് പറയാന്ന് വെച്ചാൽ ഷാർജ പുസ്തകോത്സവത്തിന്റെ അമരക്കാരനാണ്. അത് ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. മോനേട്ടൻ എന്താണ്, അങ്ങനെയാണ് അത്? അല്ല, ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല ഒരു ടേമില്. കാരണം എന്ന് വെച്ചാൽ അമരക്കാരൻ എന്ന് പറയാന്ന് പറഞ്ഞാൽ അതിന്റെ ഓൾ ആൻഡ് ഓൾ ആവുക എന്നുള്ളതാണ്. അത് അല്ലെങ്കിൽ അത് തുടങ്ങി വെച്ച ആൾ, അല്ലെങ്കിൽ അതിനെ കൊണ്ടു നടത്തുന്ന ആൾ, അല്ലെങ്കിൽ അതിന്റെ എല്ലാമായിട്ടുള്ള ഒരാളെയാണ് നമ്മൾ അമരക്കാരൻ എന്ന് പറയുന്നത്. ഒരു തോണിയുടെ അമരക്കാരൻ എന്ന് പറയുന്നത് അങ്ങനെ. അപ്പൊ പക്ഷേ ഞാൻ അതിലൊരു എംപ്ലോയി മാത്രമാണ് ശരിക്കും വെച്ചാൽ. ഇതിന്റെ അമരക്കാരൻ എന്ന് മലയാളികൾ വിശേഷിപ്പിക്കുന്നതാണ് അത്. കാരണം അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഷാർജ ബുക്ക് ഫെയറിന്റെ മുഖം അവരെ സംബന്ധിച്ചിടത്തോളം അത് ഞാനാണ്. കാരണം അവിടെ മലയാളിയായിട്ട് ഓർഗനൈസിംഗ് കമ്മിറ്റിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതിന്റെ ബേസിലാണ് അത് വരുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും തല കുനിക്കുകയും അത് കേൾക്കുമ്പോൾ, കാരണം അതല്ലല്ലോ ഞാൻ. പിന്നെ എന്തിനാ ഇവർ സ്റ്റേജിൽ വെച്ചിട്ടും കാണുമ്പോഴൊക്കെ ഇത് പറയുന്നതെന്ന് എനിക്ക് എപ്പോഴും, ഞാൻ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനോ അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനോ ഒരിക്കലും പോയിട്ടില്ല. കാരണം വെച്ചാൽ ഞാനത് പൊതുവെ അതിനങ്ങോട്ട് മാറ്റിയിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യാറ്.
അമരക്കാരൻ എന്ന് പറയുന്നത് നമുക്ക് ഷാർജ ബുക്ക് ഫെയറിനെ സംബന്ധിച്ചിടത്തോളം ഒരൊറ്റ ഒരാൾക്കുള്ള അവകാശപ്പെട്ടാണത്. അത് ഹിസ് ഷാർജ ഹൈനസ്. ഭരണാധികാരി അതെ. ഹിസ് ഹൈനസ് ഷേഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് കാസ്മി എന്ന് പറയുന്ന വലിയ തീർച്ചയായിട്ടും. വലിയ പുസ്തകപ്രേമി, മനുഷ്യസ്നേഹി, തീർച്ചയായിട്ടും. എല്ലാം കൊണ്ട് ഏകദേശം 74 വയസ്സായിരിക്കുന്ന ആ വലിയ മനുഷ്യനാണ് അതെ. അതെ. നമ്മുടെ ഷാർജ അതെ. പുസ്തകമേളന്റെ അമരക്കാരൻ. തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും. അത് മലയാളികൾ പറയുന്ന നേരത്തെ മോനോട് പറഞ്ഞ പോലെ തന്നെ അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് സ്നേഹമാണ്. കാരണം സ്നേഹമാണ്. അവർ കാണുന്ന ഒരേയൊരു മുഖമാണ് ഈ ഒരു 10 ദിവസത്തെ ഒരു ഉത്സവത്തിൽ എന്തിനും എവിടെയും അവൈലബിൾ ആയിട്ടുള്ള ഒരാൾ മോനേട്ടനാണ്. അപ്പോൾ അതിന്റെ ഒരു എന്താ പറയാ ഒരു 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 റിട്ടേൺ ആണ് അതെ അവര് അതെ അതെ ഒരു സ്നേഹം. അതെ. ഞാൻ ഇങ്ങനെയുള്ളൊരു മോഹൻകുമാറിനെ എങ്ങനെയാണ് കാണുന്നത്? യു മീൻ ഞാൻ എങ്ങനെ എന്നെ ഡിഫൈൻ അതെ. ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ എന്താ പറയാ, ഞാനിപ്പോ കഴിഞ്ഞ 44 വർഷമായിട്ട് ഇവിടെ ഷാർജയിലുണ്ട്. നാട്ടിൽ ജീവിച്ചതിനേക്കാളും കൂടുതൽ കാലം അതെ. ഇവിടെ ജീവിച്ച ഒരുപാട് നല്ല സൗഹൃദങ്ങളുണ്ട്. ഈ സൗഹൃദങ്ങൾ കിട്ടാനും അതുമാതിരി ഷാർജ ബുക്ക് ഫെയറിൽ അതിൻ്റെ പാർട്ടായിട്ട് ഇത്രയും വർഷങ്ങൾ എനിക്ക് തോന്നുന്നില്ല ഒരു കമ്പനിയിലും ഒരാളും ഇത്രയും കാലം സർവീസ് ചെയ്യാൻ ഉള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ടാവുന്നത്. എല്ലാവരും ഇപ്പം നമ്മൾ കരിയർ പ്രോഗ്രസ് ആണ് നോക്കുന്നത്. നമ്മളൊരു 10 കൊല്ലം കഴിയുമ്പോൾ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യും. തീർച്ചയായിട്ടും. അങ്ങനെ ഒരു 3-4 ചേഞ്ച് ചെയ്തതിന് ശേഷമാണ് എസ്റ്റാബ്ലിഷ്ഡ് Exactly. ആവുന്നത്. ഞാൻ ഫ്രം ദി ഡേ 1 ഞാൻ ഷാർജ ബുക്ക് ഫെയറിലേക്ക് കയറുന്നു. ഞാൻ അവിടെ തന്നെ അങ്ങ് എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നു. ഇന്നും അതേ ലെവലിൽ കണ്ടിന്യൂ ചെയ്യുന്നു. അപ്പോൾ ഒരു മൊണോട്ടോണസ് ജോബ് ആയിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത്. ഫീൽ പക്ഷേ ചെയ്യും. എനിക്കറിയാം ഞാനത് എത്രമാത്രം അത് എൻജോയ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഉം. കാരണം ഒരു പുസ്തകത്തിന്റെ ലോകമാണ് അത്. ഞാൻ വളരെ ചെറുപ്പം മുതൽ വായിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പുസ്തകം എന്ന് പറയുമ്പോൾ അതൊരു വീക്ക്നെസ് തന്നെയാണ്. അപ്പൊ അത് എങ്ങനെ, അതൊരു നിയോഗമാണ്, ഒരു ദൈവനിശ്ചയം പോലെയാണ് ഞാൻ അതെ. ഇതിലേക്ക് വന്നത്. അതെ. ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചറിൽ വന്ന് കയറി അവിടെ ആ വർഷമാണ് ഷാർജ പുസ്തകമേള സ്റ്റാർട്ട് ചെയ്യാനുള്ള ഡിഗ്രി ഷാർജ ഭരണാധികാരി എന്ന് കിട്ടുന്നത്. അപ്പം Okay. അതൊരു നിയോഗം തന്നെയാണ്, യാതൊരു സംശയമില്ല. ഇന്നും അതിന്റെ ഒരു പാർട്ട് ആൻഡ് പാർസലായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത്. എന്നെ ഞാൻ പ്ലേസ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാനൊരു വളരെ ഹംബിൾ ആൻഡ് സിമ്പിൾ ആയിട്ടൊരു വ്യക്തിയായിട്ടാണ് എനിക്ക് തന്നെ തോന്നിയിട്ടുള്ളത്. കാരണം തീർച്ചയായിട്ടും. വെച്ചാൽ തീർച്ചയായിട്ടും. എന്റെ ജീവിത രീതി അതാണ്. ഒന്നും ഒരു ഹൈഫൈയിലേക്ക് പോകാറില്ല. ഉം. എൻ്റെ വണ്ടിയായാലും എൻ്റെ മൊബൈലായാലും എൻ്റെ താമസിക്കുന്ന വീടായാലും ഞാൻ യൂസ് ചെയ്യുന്ന കോസ്റ്റ്യൂംസ് ആയാലും എല്ലാം തന്നെ വളരെ ഡൗൺ ടു എർത്ത് ബേസിക് ആയിട്ടുള്ള എന്തായിരുന്നോ ഞാൻ, അത് എൻ്റെ അച്ഛൻ്റെ അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു ലാളിത്യമാണ് അവരുടെ അതെ. ജീവിത ലക്ഷ്യം. എൻ്റെ അച്ഛൻ അതെ. ഒരു ബാങ്ക് മാനേജറായിരുന്നു. പക്ഷെ അച്ഛൻ ജീവിച്ചിരുന്നത് ഖാദി ഷർട്ട് മുണ്ട് ഉടുത്തുകൊണ്ടായിരുന്നു. അതുപോലെ അമ്മയും വളരെ ലാളിത്യത്തിന്റെ പര്യായം എന്നൊക്കെ പറയാവുന്ന ഏറ്റവും നല്ല സ്ത്രീയായിട്ട്, എല്ലാവരുടെ അമ്മയും ഏറ്റവും നല്ല തന്നെ. പക്ഷെ ചാരിറ്റിയിലെ കൂടിയും അതുമാതിരി തന്നെ അനുകമ്പ, ദയ, സ്നേഹം, കാരുണ്യം, ക്ഷമ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല എൻ്റെ അച്ഛനും അമ്മയും പരസ്പരം പണങ്ങുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു ശബ്ദം ഉയർത്തി സംസാരിക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ അച്ഛൻ്റെ വെളിപ്പുറത്ത് എന്നും അമ്മ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്രമാത്രം സ്നേഹമായിട്ടുള്ള ഞങ്ങൾ 4 ബ്രദേഴ്സ് ആയിരുന്നു. ഞങ്ങൾ ജീവിച്ചൊരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു വലിയൊരു ബ്ലെസ്സിങ് അതായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിനെ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു അടിസ്ഥാന ഘടകം എന്ന് എനിക്ക് തോന്നിയിരുന്നു പലപ്പോഴും. അപ്പൊ ആ ഒരു ക്വാളിറ്റി ഞാൻ എന്നിൽ ഉള്ളതായിട്ട് എനിക്ക് പലപ്പോഴും എൻ്റെ ബ്രദേഴ്സ് എല്ലാം എന്നെ ഒരുപാട് റെസ്പെക്ട്. ഞങ്ങൾ 4 ഞാൻ സെക്കൻഡ് എൽഡസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ പറയുന്നത് എല്ലാം അനുസരിക്കുന്നവരാണ് ഇവർ 3 പേരും. അപ്പൊ അതൊക്കെ എനിക്ക് കിട്ടിയിട്ടുള്ള വലിയ ബ്ലെസ്സിങ് ആണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഞാൻ എന്നെ പ്ലേസ് ചെയ്യുന്നത് ഞാനൊരു വളരെ ലളിതമായിട്ടുള്ളൊരു മനുഷ്യൻ, സംഗീതവും ചിത്രരചനയും യോഗയും പിന്നെ കുട്ടികളായിട്ട് കളിക്കുക, അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടപ്പെട്ട ഒരു കാര്യം. കുട്ടികളായിട്ട് പിന്നെ വായിക്കുക, പാട്ട് ആസ്വദിക്കുക. കുറച്ച് ഞാൻ കർണാട്ടിക് മ്യൂസിക് കുറച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ നിന്ന് സാധനം ചെയ്തു, ഇന്ന് രാവിലെയും കുറച്ച് ചെയ്തു. അപ്പൊ ഇത്തരത്തില് വളരെ ലളിതമായിട്ട് വേറെ ഒരു ആഷ്പോഷ് ആഡംബര ജീവിതത്തിലേക്ക് പോവാതെ വളരെ ഒരു ചെറിയൊരു സാധാരണ മനുഷ്യൻ. മോന്റെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഉടനെ മോനുടെ ഒരു പ്രവാസിയാവാണ്. എനിക്കൊന്ന് ഏർലി 80s എന്നാണ് തോന്നുന്നത്. എങ്ങനെയാണ് ഒരു പയ്യന്നൂരിലെ ഒരു ഗ്രാമത്തില് ഒരു ചെറുപ്പക്കാരൻ നേരെ ഷാർജയിലെ ഒരു പുസ്തകത്തിന്റെ ലോകത്ത് എത്തിപ്പെടുന്നത് എങ്ങനെയാണ്? ആ യാത്രയെ കുറിച്ചൊന്ന് പറയാം. അതൊരു എന്താ പറയാ, ഒരു യോഗം തന്നെ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ അതിന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തതായിരുന്നില്ല. ഗൾഫിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല ഞാൻ. ഞങ്ങളുടേതായിട്ടുള്ള ചെറിയ പ്രോപ്പർട്ടീസ് ഉണ്ട്, കുറച്ച് റബ്ബർ കാര്യങ്ങൾ, കൃഷിയൊക്കെ ഉണ്ട്. കൃഷി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ഒരുപാട് ഏകദേശം ഞാനൊരു 2000-ഓളം റബ്ബർ തൈകൾ നട്ട് 3-4 വർഷം അതിന്റെ പുറകെ
പോയി അതിനെ റബ്ബർ ടാപ്പിങ്ങിന്റെ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്താണ് എൻ്റെ അമ്മാവൻ ഉണ്ടായിരുന്നു ഇവിടെ. ഓക്കെ അമ്മാവൻ അച്ഛനെ വിളിച്ച് പറയുന്നു, ഇങ്ങനെ മോഹന് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഓക്കെ എന്ന് പറയുന്നതാണ്. അപ്പൊ അച്ഛൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നു, ഞാൻ പറഞ്ഞു വൈ നോട്ട്, നമുക്ക് എന്തായാലും ഇത് എൻ്റെ 3 ബ്രദേഴ്സ് എൻ്റെ കൂടെ ഉണ്ട്, അവിടെ ഉണ്ട്. അപ്പൊ അവര് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, മൂത്തേട്ടനും വേറെ ചില പരിപാടികളൊക്കെ. അപ്പം ഞങ്ങൾക്കൊരു ബിസിനസ് കോംപ്ലക്സ്, ചെറിയൊരു കോംപ്ലക്സ് ഉണ്ട്. അപ്പോൾ അത് മാനേജ് ചെയ്യാം, ഇതും ഇതാവാം, എനിക്കൊരു ചെറിയൊരു ബിസിനസ് അവിടെ സെറ്റപ്പ് ചെയ്യാം എന്നൊക്കെ പ്ലാൻ ചെയ്ത്. അപ്പോൾ ഈ കൃഷിയും ഇതെല്ലാം കൂടെ, അന്നൊക്കെ കൃഷി എന്ന് പറഞ്ഞാൽ ഇന്ന് കൃഷി ഭയങ്കര നഷ്ടമാണ്, പക്ഷെ അന്ന് നല്ലൊരു പ്രോഫിറ്റബിൾ ബിസിനസ് ആയിരുന്നു. അപ്പം കൃഷിയോട് പൊതുവെ താല്പര്യം ഉണ്ടായിരുന്നു എനിക്ക്. ഞങ്ങൾ നെൽകൃഷിയും റബ്ബർ കൃഷിയും തെങ്ങ് കവുങ്ങ് കാര്യം എല്ലാ തരം കൃഷികളുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത് 1982 അമ്മാവൻ ഇങ്ങനെ ഒരു ലെറ്റർ അയക്കാം, അന്ന് ഫോണൊന്നുമില്ലല്ലോ, ലെറ്റർ അയക്കിയത് ഇങ്ങനെ താല്പര്യമുണ്ടോ, മോഹൻ്റെ താല്പര്യമുണ്ടോ എന്ന് വെച്ചാൽ റിപ്ലൈ ചെയ്തു. അവിടുന്ന് വിത്തിൻ എനിക്ക് തോന്നുന്നു 1 or 2 months പാസ്പോർട്ട് എടുത്തു. ഓക്കെ അങ്ങനെ ബോംബെയിലേക്ക് വലിയൊരു യാത്രയപ്പായിരുന്നു അച്ഛനും എല്ലാവരും കൂടി. അങ്ങനെയാണ് ഷാർജയിലേക്ക്. പഠിച്ചത് പൈനൽ കോളേജിലാണോ? ഞാൻ പൈനൽ കോളേജിലാണ് പഠിച്ചത്. ഓക്കെ കൊമേഴ്സ് ആണ് എൻ്റെ. 81 ഗ്രാജുവേറ്റ് ആണ്? 81 അല്ല, അതിന് മുമ്പാണ്, ആണോ? 78 ആ ഒരു പീരീഡിൽ. ഓക്കെ ഓക്കെ. അപ്പൊ വന്നത് ബോംബെ ബോംബെന്നാണ് വന്നത്. അന്ന് ഗൾഫ് ഫെയർ മാത്രമുള്ള സമയത്തല്ലേ? വന്നിട്ട് അതെ ഗൾഫ് ഫെയറിലാണ് വന്നത്, ദുബായിലാണ് വന്നിറങ്ങിയത്. അതെ. അപ്പൊ അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടുന്നത്. 82 വന്നിട്ട് പിന്നെ അവിടെ ഞാൻ ജോബ് സെർച്ച് ചെയ്യായിരുന്നു. അപ്പൊ അമ്മാവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ തന്നെ പോയി കണ്ടുപിടിക്കണം ജോലി, കാരണം ഒരു ഫ്രീ ബിസിയാണ് അന്ന് കിട്ടിയിരുന്നത്. അങ്ങനെ ഞാൻ പോയി ഒരു യുനെസ്കോ കോൺട്രാക്ടിങ് കമ്പനി, അതിലാണ് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് ചെന്ന് എൻ്റെ ഒരു CV കൊടുക്കുന്നു. അപ്പം ഷിയാവുദ്ദീൻ എന്ന് പറഞ്ഞൊരാൾ, ഒരു അക്കൗണ്ടന്റ് ഉണ്ടായിരുന്നു, അയാളാണ് എന്നെ ഇന്റർവ്യൂ ചെയ്യുന്നത്. അത് 2 or 3 പ്രാവശ്യമാണ് ഞാൻ ഈ CV കൊടുക്കുന്നത്. അപ്പം 3ാമത്തെ അവിടെ ചെന്നപ്പോൾ അയാൾക്ക് എന്തോ ഇഷ്ടപ്പെട്ട് അയാളുടെ GM അടുത്ത് കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെയാണ് എനിക്ക് അപ്പോയിൻമെന്റ് ആവുന്നത് അവിടെ അക്കൗണ്ട്സിൽ. കുറച്ചു കാലം അപ്പോൾ അവർ കമ്പ്യൂട്ടർ കൺസൾട്ടൻസി എന്ന് പറഞ്ഞിട്ടൊരു യുനെസ്കോ കമ്പ്യൂട്ടർ കൺസൾട്ടൻസി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പം GM എന്നെ ഇഷ്ടപ്പെട്ടു. പിന്നെ അബ്ദുൽ സയ്യിദ് എന്ന് പറഞ്ഞ സിറിയക്കാരനാണ്, അയാൾ അതിൻ്റെ ഓണർ. അതിന്റെ സ്പോൺസർ ഷാർജ ഭരണാധികാരിയുടെ ബ്രദറായിരുന്നു, ഷെയ്ഖ് അബ്ദുൽ അസീസ്. അപ്പൊ അങ്ങനെ പിന്നെ അങ്ങനെ കമ്പ്യൂട്ടർ കൺസൾട്ടൻസി തുടങ്ങുന്ന ഒരു ഇറാനിയൻ IT പ്രൊഫഷണലിനെ കൊണ്ടുവരുന്നു. എനിക്കും മാത്യു എന്ന് പറഞ്ഞിട്ട് വേറൊരാൾക്കും 3 പേർക്ക് ട്രെയിനിങ് തരുന്നു. അങ്ങനെ ഒരു 10-28 കമ്പ്യൂട്ടേഴ്സ് തായ്വാനിൽ നിന്ന് കൊണ്ടുവരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നു. അതിനായിട്ടൊരു ഓഫീസ് വേറെ തന്നെ തുറക്കുന്നു. ഒരു ട്രെയിനിങ് സെന്റർ ആയിട്ട് മാറ്റായിരുന്നു, കമ്പ്യൂട്ടർ ട്രെയിനിങ് സെന്റർ. അപ്പൊ അതിൽ ഞാനൊരു ഇൻസ്ട്രക്ടറായിട്ട് പിന്നെ ആണ് ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്നത്. നമ്മൾ വേണം പിന്നീട് പഠിപ്പിക്കാൻ. അന്ന് കമ്പ്യൂട്ടറൊന്നും ഇല്ല, എവിടെയും ഇല്ല. 82 കമ്പ്യൂട്ടർ ഇല്ല, എവിടെയും ഇല്ല. ഇതൊരു പ്രത്യേകതരം സാധനമാണ്. നമ്മള് ഒരു ബൂട്ട് ചെയ്യണം, ഒരു ചെറിയൊരു അന്ന് 2 തരം ഫ്ലോപ്പി ഡിസ്ക് ഉണ്ടായിരുന്നു, 7.5, 5.4 എന്നൊക്കെ പറയും. അപ്പൊ ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെയാണ് അന്ന് ഉപയോഗിച്ചിരുന്നത്. ഒരുപാട് സമയം എടുക്കും, ഒരുപാട് ഇത് കാരണം ഇന്നത്തെ അതുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലൊരു കമ്പ്യൂട്ടർ. പക്ഷെ എങ്കിലും ഹി വാസ് സോ ഇൻട്രസ്റ്റഡ് ഇൻ ഈ ഒരു കമ്പ്യൂട്ടർ ഫീൽഡ്. പക്ഷെ എന്ത് പറ്റിച്ചാൽ ഈ കമ്പ്യൂട്ടറിന്റെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളിലേക്കും ഞങ്ങളുടെ മാത്യു ആയിരുന്നു സെക്രട്ടറി. മാത്യു മെസ്സേജ് അയച്ച കൂട്ടത്തിൽ കുറെ ഇസ്രായേലിലേക്ക് പോയി, കുറെ ലെറ്റേഴ്സ് റിപ്ലൈയും ചെയ്തു. ഇസ്രായേലിലേക്ക് ലെറ്റർ പോകുന്നതൊക്കെ ജോർഡാൻ വഴിക്കാണ്, അമ്മാൻ വഴിക്കാണ് പോകുന്നത്. അപ്പൊ അത് മാത്രമേ റൂട്ടുള്ളൂ. അന്ന് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അന്ന് ഏറ്റവും കൂടുതൽ പലസ്തീൻ ഇഷ്യൂ കത്തി നിൽക്കുന്ന സമയമാണ്. പത്രങ്ങളിൽ ആദ്യത്തെ പേജിൽ ഈ പലസ്തീൻ ഇഷ്യൂ കൊടുത്തിരിക്കണം എന്നുള്ള റൂളുള്ള ഒരു സമയമാണ്. അത് അത്രമാത്രം പിന്നെ പ്രശ്നമായിരുന്നു അന്ന് ഇസ്രായേൽ UAE അറബ് രാജ്യങ്ങൾ. ആരെന്ത് ഡീൽ ചെയ്താലും അപ്പം അത് ന്യൂസ് ആവുന്നൊരു. ഞങ്ങളുടെ ഈ ലെറ്റേഴ്സ് എല്ലാം അവിടെയുള്ള ഒരു പത്രത്തിൽ ഇങ്ങനെ ഒരു ന്യൂസ് വന്നു. അതായത് ഇങ്ങനെ ഷാർജയിലുള്ള ഒരു കമ്പനി ഇസ്രായേലുമായിട്ട് ബിസിനസ് കോണ്ടാക്ട്. ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഇൻഫർമേഷൻ ബൈ മിസ്റ്റേക്ക് പറ്റിയതാണ്. ഒരു കാറ്റലോഗ് ഇയാൾ തായ്വാനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളത് കൊടുത്തിട്ട് ഇതിലൊക്കെ അഡ്രസ്സിൽ അയച്ചോളാൻ പറഞ്ഞു. പുള്ളിയുടെ അത് ഇയാൾ അത്രയും ശ്രദ്ധിച്ചില്ല, നേരെ ഇസ്രായേലിലേക്ക് പോയി കുറേ എണ്ണം. അപ്പൊ അതിന്റെ റിപ്ലൈയും അയച്ചു. അതോടുകൂടി കോള് വന്നു പാലസ്തീൻ. ഷെയ്ഖ് അബ്ദുൽ അസീസിനാണ് വരുന്നത്, നമ്മളെ സ്പോൺസർക്ക്. വൈൻഡ് അപ്പ് എന്ന് പറഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി നോ ക്വസ്റ്റ്യൻസ്. കാരണം ഇപ്പം UAEയും ഇസ്രായേലൊക്കെ ആയിട്ട് നല്ല റിലേഷനാണ്. ഗാസ ഇഷ്യൂ ഒക്കെ കത്തി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ റിലേഷൻ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അന്നതല്ല,
അന്ന് ആരും കോണ്ടാക്ട് ചെയ്യാൻ പോലും പാടില്ല പറ്റില്ല. എന്നുള്ളതാണ്. പാസ്പോർട്ടിൽ പോലും നമ്മുടെ എൻട്രി ഇസ്രായേൽ പോയി ഉണ്ടെങ്കിൽ അത് എന്നുള്ളൊരു പോയി. എൻട്രി പിന്നെ സ്റ്റാമ്പ് കണ്ടു ഇവിടെ കഴിഞ്ഞാൽ എൻട്രി ഇല്ല. അന്ന് അതെ. അത്രമാത്രം സ്ട്രിക്റ്റ് ആയിരുന്നു. കാരണം അത്രമാത്രം ടോർച്ചർ നടന്നിട്ടുണ്ടെന്ന്. അതെ, ഫലസ്തീനികൾ തീർച്ചയായിട്ടും. ഇപ്പോഴും ഒരുപാട് നടക്കുന്നുണ്ട്. ടോർച്ചർ ഇപ്പോഴും അതെ, അതെ. നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ. അപ്പം അത് പിന്നെ അപ്പം അങ്ങനെ ആണ് അത് വൈൻഡപ്പ് ആവുന്നത്. വൈൻഡപ്പ് ആകുമ്പോൾ ജോബ്ലെസ് ആവുകയാണ് ഞാൻ. അപ്പോഴാണ് ഞാൻ പാർട്ട് ടൈം ആയിട്ട് ഒരു 3-4 സ്ഥലത്ത് ചെയ്യുന്നത്, ജോലി ചെയ്യുന്നത്. ഓക്കെ. അക്കൗണ്ട്സ്, ഒരു ഇലക്ട്രോണിക് ഷോപ്പ്, ഒരു ബേക്കറി, പിന്നെ വേറൊരു ഒരു ഒരു ഫുഡ് സ്റ്റഫിൻ്റെ ഒരു സ്ഥലം ചന്ദ്രൻ തൊട്ടൊരാളുടെ, അങ്ങനെ 3-4 സ്ഥലത്തായിട്ട്. അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള പൈസ കിട്ടിക്കൊണ്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ ഇലക്ട്രോണിക് ഷോപ്പിലുള്ള ഒരു മാധവേട്ടൻ എന്നോട് പറയുകയാണ്, എൻ്റെ കൂടെ ഒരു ഓഫീസ് ബോയ് താമസിക്കുന്നുണ്ട്, അയാളുടെ ഓഫീസിൽ അവിടെ ഒരു ഗവൺമെൻറ് ജോബാണ്, ഇതാണ്, നല്ല സുഖമാണ്, ഉച്ചവരെ ജോലിയുള്ളൂ, അങ്ങനെയാണ്. അപ്പം ഞാനപ്പം നാച്ചുറലി ഞാനത് ഇഗ്നോർ ചെയ്തു. കാരണം വെച്ചാൽ ഗവൺമെൻറ് ജോബൊന്നും നമുക്ക് അതിനുള്ളൊരു പോസിബിലിറ്റി കാണുന്നില്ല. ഞാൻ ഇല്ല, കിട്ടാൻ സാധ്യതയില്ല എന്ന് വെച്ച് ഞാൻ പോയില്ല. പക്ഷെ ഇയാൾ എല്ലാ ദിവസവും ചായ കൊണ്ട് തരുമ്പോൾ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ മാധവേട്ടനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് അതിൻ്റെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞാൻ അവിടെ പോവാണ്. ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് കൾച്ചർ ആൻഡ് ഇൻഫർമേഷനിലേക്ക് ഞാൻ പോവാണ്. അവിടെ പോയിട്ട് ഞാൻ അവിടെ ജസ്റ്റ് ഈ പറഞ്ഞ പയ്യനൊന്ന് കാണുന്നു. അപ്പോൾ അയാൾ വേഗം പോയിട്ട് വേറൊരു മലയാളീനെ കാണിച്ചിരുന്നു. അപ്പോൾ അയാൾ വേഗം എന്നെ കൂട്ടിയിട്ട് തോമസ് വാൻ ബ്ലീറ്റ് എന്ന് പറഞ്ഞിട്ടൊരു മനുഷ്യൻ, അയാളാണ് ടൂറിസം സെക്ഷൻ്റെ ഹെഡ്. ഓക്കെ. അപ്പം അപ്പോൾ ഇരിക്കും, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഞാനൊരു ജോബ് സെർച്ചിങ്ങിലാണ്, ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ടാകുന്നത്. അപ്പം ഞാൻ എന്നെ കൂട്ടിക്കൊണ്ടുപോയ മലയാളിയുടെ പൊസിഷൻ വേക്കൻ്റ് ആകുമ്പോഴാണ് അവിടെ അതായത് ഈ തോമസ് വാൻ ബ്ലീറ്റ് ഈ വ്യക്തി മാത്രമേ ഈ ടൂറിസം സെക്ഷനിലുള്ളൂ. ഓക്കെ. അപ്പം ലക്കിലി ഞാൻ അന്ന് പണ്ടേ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സൊക്കെ വായിക്കുന്നതുകൊണ്ട് എൻ്റെ ലാംഗ്വേജിൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ അത് കാരണം തന്നെ അയാൾ എന്നോട് ടെലക്സിനെ കുറിച്ച് അറിയുമെന്ന് ചോദിച്ചു. ടെലക്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഇല്ല, അത് ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്, അറിയെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ അത് കാണിച്ചു കൊടുത്ത് ഈസി ആയിട്ട് അയാൾക്ക് മനസ്സിലായി. കാരണം അതാണ് ഏറ്റവും കൂടുതൽ നമ്മളെ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്. അതായത് പിന്നീടാണ് ഫാക്സ് ഒക്കെ വരുന്നത്. അപ്പോൾ ഇത് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒരു പ്രൊഫൈൽ എന്നെ കുറച്ച് എഴുതി ഉണ്ടാക്കാൻ വേണ്ടി ബൈ ഹാൻഡ് എഴുതി ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് സാമാന്യം നല്ലതാണ്. അപ്പോൾ എല്ലാം കൊണ്ട് അയാൾ പറഞ്ഞു വി വിൽ കോൾ യു ബാക്ക് ടുമോറോ എന്ന്. അപ്പോൾ ഞാൻ ആസ് യൂഷ്വൽ പോയി. ഞാൻ സാധാരണ 2 ദിവസത്തേക്ക് കോളൊന്നും ഉണ്ടായില്ല. നെക്സ്റ്റ് മൺഡേ മോർണിംഗ് എനിക്കൊരു കോൾ വന്നു. അങ്ങനെയാണ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് അറിയാത്തൊരു അൺനോൺ നമ്പർ. കാരണം ഞാൻ ഇവിടുത്തെ ഓഫീസ് നമ്പർ, ഇവിടുത്തെ നമ്പറാണ് കൊടുത്തത്. കാരണം മൊബൈലൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ ഇലക്ട്രോണിക് ഷോപ്പിലെ നമ്പറാണ് കൊടുത്തത്. അപ്പോൾ അതിലേക്കാണ് കോൾ വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് ബേബിയാണ് അതിൻ്റെ ഓണർ. അയാൾ പറഞ്ഞു, മോഹൻ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു യൂണീക്ക് കോളാണ്, ഒരു 99. അപ്പോൾ ഞാൻ വേഗം തിരിച്ചു വിളിക്കുമ്പോഴത്തേക്ക് അടുത്തൊരാളെടുത്തു പറഞ്ഞു, എൻ്റെ പേര് മോഹൻ കുമാർ, 1 മിനിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് അക്കൗണ്ടൻറ്റിന് കൊടുത്തു. പറഞ്ഞു ഓക്കെ, ക്യാൻ യു കം ടു ഓഫീസ്. അങ്ങനെയൊക്കെയാണ് അവിടെ ചെല്ലുന്നു, എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടുന്നു. അങ്ങനെ ടൂറിസം സെക്ഷനിൽ ഷാർജയെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോബ്. ഓക്കെ. ഞാനും തോമസ് വാൻ ബ്ലീറ്റ്, ഞാൻ 2 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ ക്യാമറ എടുത്തിട്ട് ഇവിടെയൊക്കെ നടക്കും, മനോജൊക്കെ ചെയ്യുന്ന പോലെ പല സ്ഥലത്തും പോയിട്ട് ഈ ഷാർജ നമ്മുടെ ഗോൾഡ് സൂക്കൊക്കെ അതിൻ്റെയൊക്കെ പല ആംഗിളിൽ ഇപ്പോൾ കാണുന്ന പല ഫോട്ടോസ് അന്ന് എടുത്താണ്. അത് ഇന്നും എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ലോഗോയിലൊക്കെ ഗവൺമെന്റ് ലോഗോയിൽ ആ ഫോട്ടോ ഉള്ളത് ഞങ്ങൾ അന്ന് എടുത്താണ്. അപ്പൊ ആ ഒരു ഫോട്ടോ അതുമാതിരി തന്നെ മറ്റു പല ഏരിയകളിലുള്ള ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ട് അത് പോസ്റ്റർ അടിക്കും. എന്നിട്ടത് ഞങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കും. അതായത് ഏറ്റവും കൂടുതൽ അന്ന് ടൂറിസ്റ്റുകൾ വരുന്നത് ജർമ്മനിയിൽ നിന്നും ഓസ്ട്രിയയിൽ നിന്നുമായിരുന്നു. അപ്പോൾ അവിടെ നിന്നുള്ള ടൂറിസ്റ്റുകളെ വെൽക്കം ചെയ്യുക, അവർക്കുള്ള ടൂർ പ്ലാൻ ചെയ്യുക, അവർക്കുള്ള വിസ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, ഹോട്ടൽ സജസ്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു ഞങ്ങൾ അന്ന് ടൂറിസത്തിൽ. ഈ സമയത്ത് തന്നെയാണ് ഷാർജ ബുക്ക് ഫെയറിൻ്റെ ഒരു ഇനീഷ്യൽ. അതെ. അപ്പോൾ അത് അറബ് ബുക്ക് ഫെയറിനോ ഇസ്ലാം ബുക്ക് ഫെയർ എന്തോ ആണ് അന്നത്തെ പേരിന്, ചെറിയൊരു ബുക്ക് ഫെയർ. ആ ബുക്ക് ഫെയറിൽ ഭയങ്കരമായിട്ട് മഴ പെയ്തിട്ട് കംപ്ലീറ്റ് ബുക്കുകൾ നശിച്ചു പോയിരുന്നു. അങ്ങനെ ഷെയ്ക്ക് കംപ്ലീറ്റ് ആൾക്കാർക്കും റീഇംബേഴ്സ് ചെയ്ത് പൈസ കംപ്ലീറ്റ് കൊടുത്തു. എത്രയോ ലക്ഷങ്ങൾ കൊടുത്ത അയാൾ അവരെ സന്തോഷിപ്പിച്ചു. ആദ്യത്തെ ബുക്ക് ഫെയറിൽ മഴ പെയ്തിട്ട് പുസ്തകങ്ങളൊക്കെ നനഞ്ഞു പോയിരുന്നു. കാരണം ടെൻ്റായിരുന്നു. അപ്പം എനിക്കതിൽ വലിയ റോളൊന്നും ഇല്ല കേട്ടോ, കാരണം അത് പ്യൂർ അറബിക് ബുക്ക്. എനിക്ക് അറബിക് ഒന്നും അറിയില്ല. പിന്നീട് ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോഴാണ്, ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറബിക് പഠിച്ചത്. അപ്പം അതിനെ എഴുതാനും വായിക്കാനും സംസാരിക്കാനും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാനൊരു 4 മാസത്തെ കോഴ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്നിപ്പോൾ അത് ഗുണം ചെയ്തു. കാരണം മക്കൾക്ക്, പേരക്കുട്ടികൾക്കൊക്കെ ഇതിപ്പോൾ സ്കൂളിൽ അവർ ക്ലാസ്സിൽ ഫസ്റ്റ് ആണ് അറബിക്കിൽ. കാരണം വെച്ചാൽ അത് മറ്റു പാരൻസിന് ആർക്കും അറിയില്ല പറഞ്ഞു കൊടുക്കുക. അപ്പം അങ്ങനെ ആണ് നമ്മളെ ബുക്ക് ഫെയറിൻ്റെ ഇതിലേക്ക്. അവിടുത്തെ ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ ബുക്ക് ഫെയറിൻ്റെ പേര് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാറി ഷാർജ ബുക്ക് ഫെയർ എന്ന് വന്നു. ഷാർജ വേൾഡ് ബുക്ക് ഫെയർ എന്നാക്കി കുറേ കാലം.
പിന്നീട് ഒരു 15-18 ഇയേഴ്സ് ബാക്കാണ് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ ആയിട്ട് അത് മാറുന്നത്. ഇതാണ് എൻ്റെ ഒരു ജേണി. മോനോട് നേരത്തെ പറഞ്ഞു 44 വർഷമായി ഒരേ പ്രസ്ഥാനത്തിലാണ് ജോലി ചെയ്യുന്നത്. സാധാരണ ആരും അങ്ങനെ ഇത്രയും കാലയളവിൽ ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നത് നമ്മൾ കാണുന്നത് വളരെ വിരളമാണ്. അത് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് എപ്പോഴും പറയും, ഈ ലോകത്ത് ഏറ്റവും ഭാഗ്യം ചെയ്തവര് അങ്ങനെയുള്ളവരാണ്. ആർക്കാണോ സ്വന്തം ജോലിയെ ഇഷ്ടപ്പെടാൻ സാധിക്കുന്നത്, അങ്ങനെയുള്ളവർക്കും ആണ് ഏറ്റവും വലിയ ഭാഗ്യതാണെന്നാണ് അവൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഒട്ടും മോണോട്ടോണസ് ഫീൽ ചെയ്യാതെ ഇത്രയും 44 വർഷം ഒരേ ജോലി ചെയ്യുന്നത് എങ്ങനെയാണ് സാധിക്കുന്നത്? ഈസ് ദാറ്റ് യു ആർ ഡൂയിങ് ഡിഫറെന്റ് തിങ്സ് ഓർ യു ആർ ഡൂയിങ് ദ സെയിം തിങ് ഡിഫറെന്റ്ലി? ഞാൻ ഒന്ന് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നമ്മളിപ്പോൾ കല്യാണം കഴിക്കുന്നു, ഒരു ഭാര്യ നമ്മുടെ കൂടെ നിൽക്കുന്നു. നമ്മൾ ഒരു 5 കൊല്ലം കൂടുമ്പോൾ ഭാര്യനെ മാറ്റുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് ഭാര്യനെ മാറ്റത്തത്? നമുക്ക് ഇഷ്ടപ്പെട്ട, നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു പാർട്ട്ണർ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതെ, അവിടെ ലവ് ഉണ്ട്, എഫെക്ഷൻ ഉണ്ട്, അതെ. കെയർ ഉണ്ട്, correct. കൺസേൺ ഉണ്ട്, ഇഷ്ടമുണ്ട്, അങ്ങോട്ട് പരസ്പരം ഇഷ്ടമുണ്ട്, മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, മ്യൂച്വൽ ട്രസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഇതെല്ലാം കൂടി വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ, സോ വി ക്യാൻ മാനേജ് ഇറ്റ്, വി ക്യാൻ ക്യാരി ഓൺ, വി ക്യാൻ മേക്ക് എവറി ഡേ ഡിഫറെൻറ്റ്. നമുക്ക് അത് നമ്മുടെ ഓരോ ദിവസത്തെയും നമ്മുടെ ഒരു കോൺട്രിബ്യൂഷനാണ്. അത് നമുക്ക് പരസ്പരം കൊടുക്കുന്ന ഒരു കെയറും അതൊക്കെ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വി വിൽ ലവ് ടു ഡു ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. അത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ജോബിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു വായന ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം ഞാൻ ചെന്ന് വീഴുന്നത് ബുക്കുമായിട്ടുള്ള ലോകത്തിലേക്കാണ് ഞാൻ വന്ന് വീഴുന്നത്. അപ്പോൾ ഇവിടുത്തെ എല്ലാ ലൈബ്രറികളും മാനേജ് ചെയ്യുന്നതാണ് ഞങ്ങൾ ഷാർജ ബുക്ക് ഹൗസ്. ഇവിടുത്തെ എല്ലാ ഏകദേശം 30ഓളം ഇന്റർനാഷണൽ ആക്ടിവിറ്റീസ് എൻ്റെ ഉത്തരവാദിത്തത്തിൽ നടക്കുന്നുണ്ട്. ലോകത്തിലെ എല്ലാ ടോപ്പ് ബുക്ക് ഫെയർസിലും ഞങ്ങളുടെ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ഈ കഴിഞ്ഞ ഏപ്രിലിൽ തന്നെ ഏകദേശം 4ഓളം ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ പോയി. ഡൽഹി ബുക്ക് ഫെയറിൽ ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് പോകുന്നുണ്ട്, കൺസിസ്റ്റന്റ് ആയിട്ട്. പിന്നെ അത് കൂടാതെ തന്നെ ഷാർജയിൽ നടക്കുന്ന പുസ്തകമേള ഓരോ വർഷവും നമ്മൾ ഇത് ഇമ്പ്രൂവ് ചെയ്യുന്നത്. അതിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പണ്ട് ഷാർജ ബുക്ക് ഫെയർ ആരും അറിഞ്ഞിരുന്നില്ല. ഞാൻ ഇറ്റലിയിൽ ആദ്യമായിട്ട് ബൊളോണിയ ബുക്ക് ഫെയറിൽ പോയ സമയത്ത് എന്നെ പരിചയപ്പെടുത്തുന്നത് ഐ എം ഫ്രം ദുബായ് എന്ന് പറഞ്ഞിട്ടാണ് അന്ന് അക്കാലത്ത്. കാരണം ഷാർജനെ കുറിച്ച് ആർക്കും അറിയില്ല. ഷാർജ എന്ന് പറഞ്ഞാൽ വേർ ഈസ് ഷാർജ, വേർ ഈസ് UAE പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷെ ദുബായ്ക്ക് ഒരു പേരുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല. ഇന്ന് ഐ ക്യാൻ ഫ്രാങ്ക്ലി ആരെടുത്ത് ഇപ്പൊ പാരീസിൽ പോയാലും ലണ്ടനിൽ പോയാലും പിന്നെ ജർമ്മനി പോയാലും ഇപ്പം നമുക്ക് നേരിട്ട് അവരോട് പറയാം ഐ എം ഫ്രം ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ. അതെങ്ങനെ ആ ഒരു മാറ്റം വന്നു? ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള നമ്മളൊരു എഫേർട്ടാണ് അത്. ഓരോ പ്രാവശ്യം നമ്മൾ ലണ്ടൻ ബുക്ക് ഫെയറിൽ ഐ ഹാവ് ഗോൺ ഫോർ 15 ഇയേഴ്സ് കണ്ടിന്യൂസ്. പാരീസ് ബുക്ക് ഫെയർ ഒരുപാട് വർഷം പോയിട്ടുണ്ട്, മോസ്കോ ബുക്ക് ഫെയറിൽ പോയിട്ടുണ്ട്, ബീജിംഗ് ബുക്ക് ഫെയറിൽ പോയിട്ടുണ്ട്, ഡൽഹി ബുക്ക് ഫെയറിൽ പോയിട്ടുണ്ട്, പാരീസ് ബുക്ക് ഫെയറിൽ പോയിട്ടുണ്ട്, ബൊളോണിയ ചിൽഡ്രൻ റീഡിംഗ് ഫെസ്റ്റിവലിൽ കൺസിസ്റ്റന്റ് ആയിട്ട് 16 വർഷം പോയിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോഴും നമ്മുടെ ജോബ് അതാണ്, നമ്മുടെ ഷാർജനെ പ്രൊമോട്ട് ചെയ്യുക. എന്തുകൊണ്ടാണ് ഞാൻ ഷാർജ ബുക്ക് ഫെയറും ഷാർജയും ഡിഫറെൻ്റ് ആയിട്ട് കാണാത്ത എന്തുകൊണ്ടാണ് അറിയാം? ഈ ഷാർജ ഭരണാധികാരിയുടെ മേന്മ കൊണ്ടാണ്. ഈ മനുഷ്യൻ എൻ്റെ ഒരു വലിയൊരു ഒരു റോൾ മോഡൽ എന്നല്ല പറയാ, ഒരു വേറൊരു തലത്തിലാണ് ഞാൻ മനുഷ്യനെ കാണുന്നത്. അത്രമാത്രം മനുഷ്യത്വം നിറഞ്ഞ, ഞാൻ പറഞ്ഞില്ലേ ആദ്യത്തെ ബുക്ക് ഫെയർ മഴ പെയ്തിട്ട് കംപ്ലീറ്റ് പുസ്തകങ്ങൾ നശിച്ചപ്പോൾ ഈ മനുഷ്യനെ മുന്നോട്ട് വന്നത്. അവരെ മുഴുവൻ സാറ്റിസ്ഫൈ ചെയ്ത് നിർത്തി എന്നുള്ളതാണ്. അത് കൂടാതെ കോവിഡ് സമയത്തെ കാര്യം മനോജിനെ അറിയാം വളരെ വ്യക്തമായിട്ട്. കാരണം കോവിഡ് സമയത്ത് കംപ്ലീറ്റ് സ്റ്റാളുകളും ഫ്രീ കൊടുത്ത മനുഷ്യൻ. അന്ന് അറബ്സ് പബ്ലിഷേഴ്സ് ഒക്കെ മുട്ടിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്, കണ്ണ് നനഞ്ഞുകൊണ്ട്. കാരണം വെച്ചാല് കോവിഡ് സമയത്ത് ലോകത്തിൽ എവിടെയും പുസ്തകമേള നടക്കുന്നില്ല. 2020 ആകെ ഒരു പുസ്തകമേള നടന്നിട്ടുള്ളത് ഡൽഹി ബുക്ക് ഫെയർ മാത്രമാണ്. അതിൽ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കാണ് മാർച്ചോടുകൂടി നമ്മളെ കോവിഡിന്റെ വരുന്നത്. മാർച്ച് മുതൽ പിന്നെ അങ്ങോട്ട് എല്ലാ പുസ്തകമേളയും നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളയാണ് ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയർ. അതുപോലും ക്യാൻസൽ ചെയ്തു. അത് കഴിഞ്ഞാൽ വരുന്നതാണ് ലണ്ടൻ ബുക്ക് ഫെയർ, അതും ക്യാൻസൽ ചെയ്തു. ബാക്കി അവിടെ നിന്ന് അങ്ങോട്ട് വരുന്ന എല്ലാ പുസ്തകമേളകളും ഞങ്ങളുടെ ഒരു പാർട്ടിസിപ്പേഷൻ എവിടെയും ഉണ്ടായിരുന്നില്ല. നവംബറൊക്കെ പീക്ക് ടൈമാണ്. ആ നവംബറിലാണ് റൂളർ പറയുന്നത് വി ഷുഡ് ഓർഗനൈസ് ഷാർജ ബുക്ക് ഫെയർ ബിക്കോസ് ഓൺ ബിഹാഫ് ഓഫ് ദി പബ്ലിഷേഴ്സ്. മറ്റ് പബ്ലിഷേഴ്സിന്റെ കഷ്ടപ്പാട് മാറ്റാൻ വേണ്ടി ഞങ്ങൾ ബുക്ക് ഫെയർ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ലോകത്തിലുള്ള പബ്ലിഷേഴ്സ് എല്ലാം ഇപ്പം പ്രത്യേകിച്ച് അറബ് പബ്ലിഷേഴ്സ് ഉണ്ടല്ലോ,
ഈജിപ്തിൽ നിന്ന്, ലബനാനിൽ നിന്ന്, സിറിയയിൽ നിന്ന്, ജോർഡാനിൽ നിന്നൊക്കെ വരുന്ന പബ്ലിഷേഴ്സ്. ഇവരുടെ ജീവിത രീതി എങ്ങനെയാ വെച്ചാൽ അവർക്ക് ഷോപ്സ് ഇല്ല, ഓക്കെ. ബുക്ക് ഷോപ്സോ അല്ലെങ്കിൽ ഫെയർ ആണ് ഒന്നുമില്ല. അവർക്കുള്ളത് ആകെ ബുക്ക് ഫെയറുകളാണ്. ഈ എല്ലാ കൺട്രീസിലും ബുക്ക് പോയിട്ട് ഫെയർസ് അതെ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അതെ അതെ ബഹ്റൈനിൽ countries. ബുക്ക് ഫെയർ ഉണ്ട്, ശരിയാണ്. സൗദിയിലുണ്ട്, ജോർഡാനിലുണ്ട്, കൈറോയിലാണ് ഏറ്റവും വലിയ അറബ് ബുക്ക് ഫെയർ. അപ്പൊ ഇങ്ങനെ എല്ലാ ബുക്ക് ഫെയറിലും ഇവർ ഈ ഓരോ നമ്മുടെ നാട്ടിലെ ഉത്സവ സമയത്ത് അതെ പോകുന്ന അതെ പോലെയാണ് അതെ ഇവര്. അതെ. ഈ ഷിപ്മെന്റും എടുത്തിട്ട് അവരിങ്ങനെ പോയിട്ട് സഞ്ചരിക്കും. അതാണ് അവരുടെ ലൈഫ്. ഇപ്പൊ ഒരു കൊല്ലം ഈ ബുക്ക് ഫെയർ, പിന്നെ ഇവർക്ക് ഈ സമ്പാദ്യ ശീലങ്ങൾ കുറവാണ്, നമ്മളെ പോലെയല്ല. അറബ്സിന് പൊതുവെ അവര് അടിച്ചു പൊളിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഫിലിപ്പീൻ കമ്മ്യൂണിറ്റി കണ്ടല്ലോ, അതെ, അതെ. അതുപോലെയാണ് അവര്. അപ്പൊ അവർക്ക് ഈ ഒരു പോക്കാണ് അവരുടെ ജീവിതം എന്ന് ഓക്കെ. പറയുന്നത്. അതിലാണ് അവർ കുട്ടികളെ വളർത്തുന്നതും താമസിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ. ഓക്കെ. അപ്പൊ ഇതങ്ങോട്ട് കംപ്ലീറ്റ്ലി ഒരു സ്റ്റാൻഡ് സ്റ്റില്ലേക്ക് പോയി കോവിഡ് കാരണം. അപ്പോഴാണ് ഈ മനുഷ്യൻ അതറിയാവുന്ന വ്യക്തിയാണ് ഈ ഷാർജ ഭരണാധികാരി. അതുകൊണ്ട് അദ്ദേഹം പറയുന്നത് നമ്മുടെ ബുക്ക് ഫെയർ നടക്കണം, അതിൽ പബ്ലിക് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി, വി ഷുഡ് ഓർഗനൈസ് ബുക്ക് ഫെയർ. കാരണം അയാൾ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഈ പുസ്തകങ്ങളൊക്കെ കാർട്ടണിൽ കിടന്ന് ശ്വാസം മുട്ടുകയാണ്. ഇതിനൊക്കെ ശ്വാസം കഴിക്കണ്ടേ, ഒരു പുറത്തേക്ക് വരണ്ടേ, അതെ അതെ നമ്മൾ അതിനൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം. സത്യമല്ലേ അത്? പിന്നെ അപ്പോൾ അങ്ങനെയാണ് ഷാർജ ബുക്ക് ഫെയർ നമ്മൾ നമുക്കറിയാം, തുടക്കത്തിൽ നമുക്കറിയാം ഈ ബുക്ക് ഫെയർ സക്സസ് ആവില്ല. കാരണം സോഷ്യൽ ഡിസ്റ്റൻസിങ്, ഇങ്ങനെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മൾ നിയന്ത്രിക്കണം എത്ര ആൾക്കാർ അതെ അതെ വരാൻ പാടുള്ളൂ. കാരണം ഏകദേശം 1.5-2 മില്യൺ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥാനത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു ദിവസത്തിന് നമ്മൾ 4 സ്ലോട്ടായിട്ട് തിരിച്ചു, ടൈം സ്ലോട്ട് തിരിച്ചിട്ട് ഒരേ സമയത്ത് 5000 പേരെ എക്സിബിഷനിൽ പാടുള്ളൂ. ഓക്കെ. പബ്ലിക് ഐ മീൻ. ഓക്കെ. അപ്പൊ മാക്സിമം പോയ 20,000 ആൾക്കാരാണ് ഒരു ദിവസം. 20,000 into 10, 200,000 ആൾക്കാർ നമുക്ക് മാക്സിമം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. 2 മില്യൺ വരുന്ന സ്ഥാനത്ത് 200,000 ഓൺലി 10%. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബിസിനസ് ഉണ്ടാവില്ല. ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ റൂളർ പറഞ്ഞു വി ഷുഡ് ഓർഗനൈസ്. അങ്ങനെയാണ് ഞങ്ങൾ 2020 ബുക്ക് ഫെയർ, ലോകത്തിൽ എവിടെയും ഇല്ലാത്ത ബുക്ക് ഫെയർ ഷാർജയിൽ ഓർഗനൈസ് ചെയ്യും. എന്നിട്ട് ആ മനുഷ്യൻ എന്താ ചെയ്തെന്നറിയോ? ആദ്യത്തെ 3-4-5 ഡേയ്സ് പിക്ചർ ക്ലിയർ ആയി, നോ ബിസിനസ്. അതെ അതെ. ഇയാൾ ഉടനെ 10 മില്യൺ ദിർഹംസ് സാങ്ഷൻ ചെയ്തു. എല്ലാ പബ്ലിഷർ എടുത്തുനിന്ന് ബുക്ക് മേടിച്ചോണം. ഓ, എന്തിനാ മേടിക്കുന്നത്? നോ റീസൺസ്, വാങ്ങ്. ഓക്കെ. അങ്ങനെയാണ് പുസ്തകങ്ങൾ മേടിച്ചു നോക്കിയത് പല സ്ഥലത്ത്. എല്ലാവരും ഹാപ്പി. അവരൊക്കെ കാരണം നമ്മൾ നേരിട്ട് പോയിട്ട് വാങ്ങുകയാണ്. മലയാളി പബ്ലിഷേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ അടുത്തൊക്കെ ഞങ്ങൾ പോയി, അവരൊക്കെ ഞെട്ടിപ്പോയി. അപ്പം ഒരു സ്പെഷ്യൽ സാങ്ഷൻ ആണ്. അങ്ങനെ പറഞ്ഞു, ഓക്കെ, അവരുടെ ബാധ്യതകളൊക്കെ തീർന്നു, പ്രശ്നങ്ങളൊന്നുമില്ല, ഹാപ്പിയാണ് എല്ലാവരും, ദൈവത്തിനോട് ഷെയ്ഖിന് താങ്ക്സ് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് ബുക്ക് ഫെയർ കഴിയുന്നതിൻ്റെ തലേന്ന് ഈ മനുഷ്യൻ വീണ്ടും പറഞ്ഞു കംപ്ലീറ്റ് റെന്റ് തിരിച്ചു കൊടുക്കണം, റീഇംബേഴ്സ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. മില്യൺ കണക്കിന് ദറംസ് ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ അടക്കം കൊടുക്കുകയാണ് എല്ലാ സ്റ്റാളുകളിലും. ഈ പബ്ലിഷേഴ്സ് ഇത് ക്യാഷ് കിട്ടുന്ന പബ്ലിഷേഴ്സ് അപ്പം അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് മനുഷ്യന് വേണ്ടിയിട്ട്. ആയിരക്കണക്കിന് പബ്ലിഷേഴ്സ് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുക. അന്ന് മാത്രമല്ല, ഇന്നും ഷാർജ ബുക്ക് ഫെയർ ഇന്ന് ലോകത്തിലെ നമ്പർ 1 ആയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് അതിന്റെ ഘടകങ്ങൾ, അതിന്റെ കാരണങ്ങൾ. കാരണം ഇവർക്ക് ഷാർജ ബുക്ക് ഫെയറിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് ഒരു ബിസിനസ് അല്ല. ആർക്ക്? പബ്ലിഷേഴ്സിന്. അവർക്ക് അദ്ദേഹമാണ് എല്ലാം. തീർച്ചയായിട്ടും ഷാർജ ഭരണാധികാരിക്ക് വേണ്ടിയിട്ടാണ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവർ ചിന്തിക്കുന്നത് നമുക്ക് വേണ്ടുന്ന സമയത്ത് ഈ മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യന്റെ പുസ്തകമേള, അയാളുടെ വിഷൻ എന്ന് പറഞ്ഞാൽ ഷാർജ പുസ്തകമേളനെ ഉയർത്തിക്കൊണ്ടുവരിക, വായനനെ വർദ്ധിപ്പിക്കുക, പബ്ലിഷിംഗ് ഇൻഡസ്ട്രീനെ ഡെവലപ്പ് ചെയ്യുക. അങ്ങനെയുള്ള ഒരുപാട് വിഷൻസ് ഉള്ള മനുഷ്യനാണ്. വേറെ ഒരു സ്വാർത്ഥ താല്പര്യമില്ലാത്ത മനുഷ്യനാണ്. അപ്പം ആ മനുഷ്യന് വേണ്ടിയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടാണ് ഈ പബ്ലിഷേഴ്സ് മുഴുവൻ ഷാർജ ബുക്ക് ഫെയറിൽ വന്ന് കൂടുക. ഇന്ന് ലോകത്തിൽ ഇതിൻ്റെ നമ്പർ 1 ആയിട്ട് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം ഇത്തരത്തിലുള്ള മാനുഷികമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് ഭരണാധികാരിയുടെ. പിന്നെ അദ്ദേഹം സ്വയം ഒരു എഴുത്തുകാരൻ കൂടിയാണ്. ഇത്രയും പുസ്തകം എഴുതിയ ഒരു ഭരണാധികാരി വേറെ ഉണ്ടാവില്ല. 60-ലധികം പുസ്തകം. അതെ. പിന്നെ വേറൊരു കാര്യം കൂടെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കൈറോ ബുക്ക് ഫെയറിൽ ഒരു പ്രാവശ്യം ഒരു തീപിടുത്തം ഉണ്ടായിരുന്നു, വലിയ ന്യൂസാണ് അത്. റെയറായിട്ടുള്ള മാനസ്ക്രിപ്റ്റ്സ് അടക്കം ഒരുപാട് പുസ്തകങ്ങൾ കത്തി നശിച്ചിരുന്നു. ഈ പുസ്തകങ്ങളുടെയൊക്കെ മാനസ്ക്രിപ്റ്റ്സ് കിട്ടാവുന്ന ലോകത്തിൽ എവിടെ നിന്നൊക്കെ കിട്ടാൻ പറ്റുമോ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് കൊടുത്തത് ഈ മനുഷ്യൻ. ആ ലൈബ്രറിനെ റിവൈവ് ചെയ്തത് ഈ മനുഷ്യൻ. അതൊക്കെ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഫ്രാൻസിൽ നിന്നടക്കം ഒരുപാട് പുസ്തകങ്ങൾ, മില്യൺ കണക്കിന് പുസ്തകങ്ങൾ വാങ്ങിയിട്ട്, കാരണം ഇദ്ദേഹം പഠിച്ചത് കൈറോ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അപ്പം അതുകൊണ്ട് അതിൻ്റെ ലൈബ്രറി ഇയാൾക്ക് നന്നായിട്ട് അറിയാം. അതിന് തീ വന്ന് ഒരുപാട് നശിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടത് ഈ മനുഷ്യൻ.
അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, എവിടെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഷാർജ ഭരണാധികാരി കേരളം സന്ദർശിച്ചിരുന്നു. ഉം. അറിയോന്നറിയില്ല. അറിയാം അറിയാം 2000 കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അതെ ഡോക്ടറേറ്റ്. അതെ 2017 സെപ്റ്റംബർ 24 ഈ മനുഷ്യൻ കേരളം സന്ദർശിക്കുന്നത്. ഈ കേരളം സന്ദർശിക്കുക എന്നുള്ളത് എൻ്റെ ഡ്രീമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓണററി ഡോക്ടറേറ്റ് ശരിയാക്കിയത് ഞാൻ തന്നെയായിരുന്നു. അതിൻ്റെ കാരണം ഇത് തന്നെയാണ്, ഈ മനുഷ്യനോടുള്ള എൻ്റെ ആരാധനയാണ്. കാരണം ഇദ്ദേഹം ഞാൻ ജനിച്ച ആ ജന്മഭൂമിയിൽ ഒന്ന് ഒരിക്കലെങ്കിലും കാരണം അത്രയും പുണ്യം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതെ അതെ അപ്പൊ ആ വ്യക്തി നമ്മുടെ ഭൂമിയിൽ ഒന്ന് ചവിട്ടണം, അതിന്റെ പുണ്യം നമുക്ക് കിട്ടും എന്ന് വിശ്വസിക്കുന്നവർ. ഇത് അന്ധവിശ്വാസമാണോ അല്ല ശരിയായ വിശ്വാസം എന്നല്ല, ഇതൊക്കെ മനസ്സിന് വരുന്ന ചില കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും 2011 മുതലേ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു. അതായത് APJ അബ്ദുൽ കലാമിനെ ഷാർജ പുസ്തകമേളയിൽ കൊണ്ടുവരിക, അദ്ദേഹത്തിന് ഷാർജ ഭരണാധികാരിനെ ഒന്ന് മുട്ടിക്കുക. കാരണം ഇത് രണ്ടും ഒരേ തൂവൽ പക്ഷികളായിരുന്നു. തീർച്ചയായിട്ടും ഷാർജ സുൽത്താൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ ഇഷ്ടപ്പെടുന്ന അതെ ഒരാളാണ്. കുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. അതെ അതുമാതിരി തന്നെ പുസ്തകങ്ങൾ എഴുതുന്ന ഒരാളാണ്, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. അതുമാതിരി തന്നെ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം വായിക്കുന്ന ഒരാളാണ്. ഒരുപാട് പുസ്തകങ്ങൾ. ഒരു പ്രാവശ്യം ഫ്രാങ്ക്ഫർട്ടിൽ വെച്ചിട്ട് അയാൾ പറഞ്ഞു, ഐ ആം റീഡിങ് 300 പേജസ് എവറി ഡേ. Oh my God. ഈ കാലിബറിലുള്ള ഒരു ഭരണാധികാരി 300 pages. പേജസ് ഡെയിലി വായിക്കാൻ സമയം കണ്ടെത്തുന്നു പറയുന്നത് ഒരു അൺബിലീവബിൾ ആയിട്ടൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. APJ അബ്ദുൽ കലാം അതേ കാറ്റഗറിയിൽ പെടുന്ന ആളാണ്. കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അതെ അതെ ഇന്ന് ഇന്ത്യയിലെ കുട്ടികൾ മോട്ടിവേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രധാന കാരണക്കാരൻ തീർച്ചയായിട്ടും APJ അബ്ദുൽ കലാമാണ്. അദ്ദേഹം യൂണിവേഴ്സിറ്റിയിലും പബ്ലിക്കിലൊക്കെ പോയിട്ട് കുട്ടികളോട് പറയുന്നത്, നമ്മുടെ ഷാർജ ബുക്ക് ഫെയറിൽ വന്ന സമയത്ത് 2011 കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്തൊക്കെ നമ്മൾ കണ്ടിട്ട് കരഞ്ഞു പോയിട്ടുണ്ട്, ആ മനുഷ്യന്റെ ആ ഒരു സിൻസിയറിറ്റി കണ്ടിട്ട്. അപ്പൊ APJ അബ്ദുൽ കലാമിനെയും ഷാർജ ഭരണാധികാരിയും ഒരേ തൂവൽ പക്ഷികളായിട്ടാണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് തന്നെ എനിക്ക് 2011 ഞാനൊരു ഇന്റർവ്യൂവിൽ കൊടുത്തിരുന്നു. അന്ന് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഒന്ന് APJ അബ്ദുൽ കലാമിനെ കൊണ്ടുവരിക, ഷാർജ ഭരണാധികാരിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. രണ്ടാമത്തത് ഷാർജ ഭരണാധികാരി എൻ്റെ നാടായ കേരളത്തിൽ ഒന്ന് സന്ദർശിക്കുക. ഈ രണ്ട് സ്വപ്നങ്ങളായിരുന്നു. 2012 തന്നെ APJ എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ഇവർ തമ്മിലുള്ള മീറ്റിംഗ്, മജ്ലിസിൽ വെച്ചിട്ടുള്ള മീറ്റിങ്ങിൽ ഞാൻ രവി, DC ബുക്സിന്റെ രവിയൊക്കെ ഞങ്ങൾ രണ്ടുപേരും ദൃക്സാക്ഷികളായിരുന്നു. പിന്നെ അവരുടെ അതായത് APJ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്താ ചെയ്തെന്നറിയോ, APJനെ കൊണ്ടുവരാൻ പ്ലാനൊക്കെ ചെയ്തല്ലോ. അത് കഴിഞ്ഞിട്ട് അയാളുടെ സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് പറയാണ്, അർജന്റായിട്ട് ഷെയ്ഖിന്റെ 2 പുസ്തകങ്ങൾ എത്തിക്കണം. APJ അതുവരെ ഒന്നും വായിച്ചിട്ടില്ല ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊന്നും. അപ്പൊ ഞാൻ ആകെ ഒരു ഡെലിമിയിലായി, ഞാൻ എന്താ ചെയ്യണം, എങ്ങനെ, കാരണം വെറും 2 days ഉള്ളൂ അദ്ദേഹത്തിന് അവിടെ നിന്ന് വരാൻ വേണ്ടിയിട്ട്, കൊറിയറിലെത്തില്ല. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ വന്നത്, ഞാൻ എല്ലാ കൊല്ലവും ഡൽഹി ബുക്ക് ഫെയറിൽ പോകുമ്പോൾ ഷെയ്ഖിന്റെ പുസ്തകങ്ങൾ കൊണ്ടുപോകാറുണ്ട്. അത് ഞാൻ അവിടെ എംബസിയിലാണ് കൊടുക്കുക. അംബാസിഡർ എപ്പോഴും വിസിറ്റ് ചെയ്യും. UAE അംബാസിഡർ ഷാർജ ബുക്ക് ഫെയറിന്റെ ഞങ്ങളുടെ പവലിയനിൽ എല്ലാ കൊല്ലവും വിസിറ്റ് ചെയ്യും. അപ്പം ഇത് അവരാണ് കൊണ്ടുപോകുന്നത്. അപ്പം ഞാൻ ഉടനെ എംബസിയിൽ എനിക്ക് കോൺടാക്ട് ഉണ്ട്. അപ്പം ഞാൻ അവിടെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഈ മൈ ഏർലി ലൈഫും പിന്നെ വേറൊരു ബുക്കും, ഈ രണ്ട് അതായത് ഒന്ന് അദ്ദേഹത്തിന്റെ ആദ്യത്തെ തീസിസുള്ള ഒരു ബുക്കാണ്, ഇത് അറബ് പൈറസി, എന്താ അങ്ങനെ ഒരു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. പിന്നെ ഒന്ന് മൈ ഏർലി. ഈ 2 ബുക്കുമാണ് ഞാൻ അവിടുന്ന് അവരോട് കളക്ട് ചെയ്തോളാൻ പറഞ്ഞത്. അത് അങ്ങനെ കളക്ട് ചെയ്ത് APJ ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് അയാൾ വായിച്ച ബുക്ക്. എന്നിട്ട് ഇവിടെ വന്നിട്ട് അന്ന് രാത്രിത്തെ മീറ്റിങ്ങിൽ മജ്ലിസിൽ ഇരുന്നിട്ട് ഷെയ്ഖിനോട് APJ പറയാണ്, ഐ ഹാവ് റെഡ് യുവർ 2 books. അതോടുകൂടി ഷെയ്ഖ് ഫ്ലാറ്റാണ്. ഇതൊക്കെ നമ്മൾ ദൃക്സാക്ഷികൾ, ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ മനസ്സിലാവും. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ 2 ഡ്രീംസും ദൈവം സഹായിച്ചു. 2017 സെപ്റ്റംബർ 24 ഷാർജ ഭരണാധികാരി കേരളം എത്തുകയാണ്, ലാൻഡ് ചെയ്യാണ്. അയാളുടെ എല്ലാ പുസ്തകങ്ങളും അതിന്റെ ഈ 2 കോപ്പി വെച്ചിട്ട് ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു. ആദ്യം നമ്മൾ പ്ലാൻ ചെയ്ത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വെച്ചിട്ട് ഇയാൾക്ക് ഡോക്ടറേറ്റ് കൊടുക്കാനായിരുന്നു. പക്ഷേ അന്ന് അവിടെ മാങ്ങാട് ഒരു ഇലക്ഷൻ പ്രഖ്യാപിച്ചു ആ സമയത്ത്. അതുകൊണ്ട് ഇത് അവിടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാടില്ല പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ അത് രാജ്ഭവനിലേക്ക് മാറ്റി, തിരുവനന്തപുരം. അവിടെ വെച്ചിട്ടാണ് ഈ ഫംഗ്ഷനൊക്കെ നടന്നത്. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ APJ റൂളറെ ഫ്രാങ്ക്ഫർട്ടിൽ, അതായത് ഇത് സെപ്റ്റംബറിൽ 24 ഒക്ടോബറിലാണ് ഞാൻ ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയർ. ഒക്ടോബറിൽ വെച്ച് ഫ്രാങ്ക്ഫർട്ടിലാണ് അതിനുശേഷം ഞാൻ അയാളെ കാണുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇവിടുന്ന് വന്നിട്ടുള്ള ഡെലിഗേഷൻ ഇങ്ങനെ നിൽക്കും. അപ്പോൾ റൂളർ ഇങ്ങനെ വന്ന് എല്ലാവരും കൈ കൊടുക്കും, എന്നൊക്കെ പറഞ്ഞു. എനിക്ക് കൈ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, താങ്ക് യു ഫോർ വിസിറ്റിംഗ് മൈ സ്റ്റേറ്റ് കേരള എന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ അയാൾ പറഞ്ഞു, യു ഡിഡ് എ ഗുഡ് ജോബ്. അത് എന്താ പറയാൻ കാരണം വെച്ചാൽ എൻ്റെ ചെയർമാൻ അറിയാം, ഞാൻ ഈ ഓണററി ഡോക്ടറേറ്റ് ശരിയാക്കി കൊടുക്കും. അദ്ദേഹം ഓൾറെഡി റോഡ് പറഞ്ഞു. അപ്പം പിന്നെ
ആ ആ ഒരു ഇൻഫർമേഷനിലാണ് അയാളത് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കൈയൊക്കെ കൊടുത്ത് ഞാൻ താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അയാൾ അവിടെ ഇരുന്ന് അപ്പം വലിയ ക്രൗഡും ബഹളമൊന്നും ഉണ്ടാവില്ല, കുറച്ച് പേരുണ്ടാവും. അങ്ങനെ സംസാരം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വന്നു, എനിക്ക് ഒന്നും കൂടി ചോദിക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ അയാളുടെ അടുത്ത് പോയിട്ട് ഞാൻ ചോദിച്ചു, എനി മെസ്സേജ് ഫോർ ദി കേരളൈറ്റ്സ് എന്ന് ചോദിച്ചു. ഓക്കെ. അപ്പം പിന്നെ അയാൾ ഇരുന്നൊരു സീറ്റിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ യാത്ര, ഞാൻ ഒരിക്കലും മറക്കൂല, ഇറ്റ് ഈസ് മെമ്മറബിൾ ട്രിപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ, എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. അതായത് ഞാൻ അവിടെ ചെന്നപ്പോൾ ഉണ്ടായിരുന്ന, ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, ഞാൻ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ എന്നെ അവിടെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ റിലീജിയനിലുള്ള ആൾക്കാരും ഞാൻ കണ്ടു. ക്രിസ്ത്യൻസിനെയും ഹിന്ദുസിനെയും മുസ്ലിംസിനെയും ഞാൻ കണ്ടു. എനിക്ക് ഓണററി ഡെയിലിറ്റ് തരുന്ന സ്റ്റേജിൽ എല്ലാവരും ഇരിക്കുന്നുണ്ടായിരുന്നു, എല്ലാവരും പ്രസംഗിച്ചു, എല്ലാ വ്യത്യസ്ത മതങ്ങളിലുള്ള ആൾക്കാർ സംസാരിച്ചു. എനിക്ക് വേണ്ടി നിങ്ങൾ ഓർഗനൈസ് ചെയ്ത കലാപരിപാടി, സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അന്ന്. അതിൽ എല്ലാ റിലീജിയന്റെയും ഇത് കാണാൻ എനിക്ക് സാധിച്ചു. ഇതെനിക്ക് ലോകത്തിൽ എവിടെയും കിട്ടാത്തൊരു കാര്യം. കാരണം അയാളിപ്പോൾ കൈറോയിൽ പോകുമ്പോൾ അവിടെ ഒരു ഇസ്ലാമിക് കൺട്രി ആയതുകൊണ്ട് തന്നെ അവിടെ മുസ്ലിംസ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഇപ്പൊ UK പോകുമ്പോൾ അവിടുത്തെ ആ കമ്മ്യൂണിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. അമേരിക്കയിൽ പോയാലും ബഹ്റൈനിൽ പോയാലും ഒക്കെ ആ ഒരു കമ്മ്യൂണിറ്റി. പക്ഷെ കേരളത്തിൽ വന്നപ്പം അദ്ദേഹത്തിന് ഇവരെല്ലാവരും ഒരുമിച്ച് കാണാനും അവരുടെ ഒരു യൂണിറ്റി മനസ്സിലാക്കാനും പറ്റും. കീപ് ദാറ്റ്, ആ ഒരു യൂണിറ്റി നിർത്താൻ വേണ്ടി. അതാണ് അയാൾ എനിക്ക് തന്നിട്ടുള്ള മെസ്സേജ്. അതന്ന് ഞാൻ പല പത്രത്തിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് അത് മാത്രമല്ല, എനിക്ക് ഏറ്റവും കിട്ടിയ, ഞാൻ കണ്ണ് നിറയുന്ന ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, അയാൾ ഉടനെ റോയൽ ഫോട്ടോഗ്രാഫർ അവിടെ നിൽക്കുന്നുണ്ട്. ടേക്ക് എ ഫോട്ടോ ഫോർ കേരള എന്ന് പറഞ്ഞിട്ട് ഇയാൾ എൻ്റെ കൈ പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുപ്പിച്ചു. ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്, പക്ഷെ അത് ആ മനുഷ്യൻ അറിയാതെ അത് ചെയ്തു തന്നു എന്നുള്ളതാണ്. അതെനിക്ക് വിത്തിൻ 5 minutes എനിക്ക് ആ ഫോട്ടോ എനിക്ക് കിട്ടുകയും ചെയ്തു. മോനെ 44 കൊല്ലം ഈ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നതിന്റെ കാരണം ഇതൊക്കെ തന്നെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അപ്പൊ ഇതൊക്കെ നമ്മുടെ എക്സ്പീരിയൻസുകളാണ്. അപ്പൊ ഇതൊക്കെ എന്നെ പിടിച്ചു നിർത്തുന്നതാണ്. വേറൊരു ജോബിനെ കുറിച്ച് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചില്ല. എനിക്ക് വേറൊരാൾ ഒരു വലിയൊരു പൊസിഷനിലേക്ക് പോകാം, എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരിക്കലും ഇല്ല. ഐ എം കണ്ടന്റ് വിത്ത് വാട്ട് ഐ ഹാവ് ആൻഡ് ഐ എം ഹാപ്പി. ഗ്രേറ്റ്. ആൻഡ് ഐ ലവ് ഇറ്റ്. ഇന്ന് ഫ്രാങ്ക്ഫർട്ടിനെയോ അല്ലെങ്കിൽ ലണ്ടൻ ബുക്ക് ഫെസ്റ്റിവലിനൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ, അല്ലേ? പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഷാർജ ബുക്ക് അതോറിറ്റീൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രമാണ് ഈ ഷാർജ ബുക്ക് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ. മറ്റ് എന്തൊക്കെയാണ് ബുക്ക് അതോറിറ്റീൻ്റെ നേരിട്ടുള്ള ഇൻവോൾവ്മെന്റ് എന്തൊക്കെയാണ്? ഷാർജ ബുക്ക് ഫെയറിനേക്കാളും മേലെ തന്നെയാണ് ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയറും ലണ്ടൻ ബുക്ക് ഫെയറും ഒക്കെ തന്നെ ഉണ്ടായിരുന്നത്. പക്ഷേ ആ കോവിഡിന് ശേഷം 2020 ശേഷം ഒരിക്കലും അവർക്ക് തിരിച്ച് റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയറും ലണ്ടൻ ബുക്ക് ഫെയറും, അതുപോലെ എല്ലാ ബുക്ക് ഫെയറും അവരൊക്കെ ഇപ്പോഴും ഒരു റിവൈവൽ മോഡിലാണ്. ഇപ്പോൾ ആ ഒരു പഴയ പ്രതാപം വീണ്ടെടുക്കാൻ അവർക്ക് ആർക്കും പറ്റിയിട്ടില്ല. പക്ഷേ ഷാർജ ബുക്ക് ഫെയർ നോൺ സ്റ്റോപ്പായിട്ട് വന്നതുകൊണ്ടായിരിക്കാം ഒരു പെട്ടെന്ന് അങ്ങോട്ട് കയറി വന്ന് ഇന്നിപ്പോൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കുകയാണ്. അപ്പം ഞങ്ങളുടെ ബുക്ക് ഫെയർ, എന്നെ പേഴ്സണലി സംബന്ധിച്ച് ഞങ്ങളുടെ ബുക്ക് ഫെയർ ആണ് നമ്പർ 1. അതിന് 2 കാരണങ്ങളാണ്. ഒന്ന്, പബ്ലിക്കിൻ്റെ റെസ്പോൺസ് ഏറ്റവും കൂടുതൽ വരുന്നത് ഞാൻ കണ്ടിട്ടുള്ള ഷാർജ ബുക്ക് ഫെയറിലാണ്. ഒന്ന്, ബുക്ക് സെയിൽ നടക്കുന്ന ഏറ്റവും കൂടുതൽ. രണ്ടാമത്തത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഷാർജ ഭരണാധികാരിയുടെ വലിയൊരു സ്വപ്നമാണ്. അത് ലോകത്തിലെ മറ്റൊരു പുസ്തകമേളയിലും ഇത്രമാത്രം കുട്ടികളെ അട്രാക്ട് ചെയ്യുന്ന ഒരു പുസ്തകമേളയില്ല. കാരണം എന്താ പറയുക, ഷാർജയിലെ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ്റെ, UAE ഗവൺമെൻറ്റിൻ്റെ മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ്റെ അണ്ടറിൽ നിന്നുകൊണ്ട് ഷാർജയിൽ UAEയിലുള്ള എല്ലാ സ്കൂൾസിൽ നിന്നുള്ള ബസ് ലോഡ് കുട്ടികൾ ഈ 12 ദിവസം ഷാർജ ബുക്ക് ഫെയർ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 8 ദിവസം ആണ് വർക്കിംഗ് ഡേ, ബാക്കി വീക്കെൻഡ്സ് ആണ്. ഈ 8 ദിവസം ഓരോ ദിവസം 40,000 to 50,000 ചിൽഡ്രൻ ഷാർജ ബുക്ക്. അത് നിങ്ങൾ അവിടെ വന്നിട്ടുള്ള ആർക്കും മനസ്സിലാവും. മോർണിംഗ് ഫ്രം 9 to 1 എന്ന് പറയുന്ന ടൈം ഇറ്റ്സ് ഓൺലി ഫോർ സ്കൂൾ ചിൽഡ്രൻ. അപ്പോൾ അവിടെ നിറച്ചും മഞ്ഞ ബസ്സുകളാണ്, ഈ എക്സ്പോന്റെ ചുറ്റിലും. അപ്പോൾ ഇത്രയും കുട്ടികൾ ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഷെയ്ഖ് മുഹമ്മദ് വിസിറ്റ് ചെയ്ത് ഈ സമയത്ത്, പെൺകുട്ടികളുടെ ദിവസമായിരുന്നു, ഗേൾസ് ആൻഡ് ബോയ്സ് ഓൾട്ടർനേറ്റ്. അദ്ദേഹം ഞെട്ടിപ്പോയി. അതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ തന്നെ എഴുതിയിട്ടുള്ളൂ. ഞാൻ ഞെട്ടിപ്പോയി, ഒരു പുസ്തകമേളയിൽ ഇത്രമാത്രം കുട്ടികൾ വന്ന് നടന്നു നിൽക്കുന്നു, അത് ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ് നമ്മുടെ രാജ്യത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെയാണ് അവിടെ നടക്കുന്നത്. ഓരോ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഈ ഒരു ക്രൗഡ് 45,000 to 50,000 ചിൽഡ്രൻ എല്ലാ ദിവസവും വരുന്നുണ്ട്. ഈ കുട്ടികളെല്ലാം തന്നെ ഇവരുടെ പാരൻസ്, അവർക്കറിയാം അവരുടെ കുട്ടികൾ നെക്സ്റ്റ് ഡേ
ബുക്ക് ഫെയറിൽ പോകുന്നുണ്ട് എന്നുള്ളത്. കാരണം അവർ ചാർട്ട് ഉണ്ടാക്കുന്നുണ്ട്, അതെ. ഞങ്ങൾ പെർമിഷനും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളൊക്കെ തന്നെ അവിടെ വരുന്നതിന് മുമ്പായിട്ട് തന്നെ അവരുടെ പാരൻസ് അവരോട് പൈസ കൊടുക്കും. കാരണം ലോകത്തിൽ ഒരു പാരന്റ് ജീവിച്ചിരിക്കുന്നില്ല നമ്മുടെ മകൻ വായിക്കണ്ട അല്ലെങ്കിൽ മകൾ വായിക്കണ്ട എന്ന് പറയുന്നത്. എല്ലാവർക്കും അവർ വായിക്കുന്നില്ലെങ്കിലും മക്കൾ വായിച്ച് വളരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ശരി. വായനയുടെ ഗുണം അറിയാത്ത ഒരു പാരന്റും ഇല്ല, ശരിയാണ്. എല്ലാവരും. അപ്പൊ അവരൊക്കെ തന്നെ കുട്ടികൾക്ക് പൈസ കൊടുക്കുന്നുണ്ട്. മേ ബി ഇറ്റ് ഈസ് 100 dirham or 200 dirham, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പൊ ആ കാശും കൊണ്ടാണ് പിള്ളേർ വരുന്നത്. പിള്ളേരോട് വരുമ്പോൾ നമുക്ക് അവിടെ മറ്റു പലതും കാണും, ഐസ്ക്രീം പാർലർ കാണും, ബർഗർ കാണും, ഇതൊക്കെ അവർ മേടിച്ച് കഴിക്കും. പക്ഷെ എന്നാലും ടു സാറ്റിസ്ഫൈ ദർ പാരന്റ്സ് ദേ വിൽ ബൈ സം ബുക്സ്, അതെ. ദാറ്റ്സ് ഫോർ ഷുവർ. കാരണം പാരന്റ്സ് പൈസ കൊടുത്താണ് Correct. മേടിച്ചു. എല്ലാ കുട്ടികളും തിരിച്ചു പോകുമ്പോൾ ഹാൻഡ് ബാഗിൽ ബുക്കുമായിട്ടാണ് പോകുന്നത്. ഉം. ഈ 100 കുട്ടികൾ പോകുമ്പോൾ 100 കുട്ടികളും വായിക്കുന്നൊന്നും നമ്മൾ പറയുന്നില്ല. ഒരു ടേക്ക് ഇറ്റ് 50% വേണ്ട, 40 വേണ്ട, 30, 20% എടുത്താൽ മതി. അതെന്തായാലും വായിച്ചിരിക്കും. 300,000 കുട്ടികളിൽ 20% പറയുമ്പോൾ ഏകദേശം 60,000. ഒരു 45 to 50,000 ചിൽഡ്രൻ എന്തായാലും റീഡിങ്ങിലേക്ക് തിരിയുന്നത്. അതെ. ഇത് ഓരോ വർഷവും നടക്കുന്നുണ്ട്. ഇതാണ് ഷാർജ ബുക്ക് ഫെയറിന്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് ഞാൻ പറയും. കാരണം വെച്ചാൽ അത്രയും കുട്ടികളെ വായനയിലേക്ക് തിരിക്കാനുള്ള ഒരു വേദിയായിട്ട് ഷാർജ ബുക്ക് ഫെയർ മാറുന്നു എന്നുള്ളതാണ് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് മനസ്സിലാക്കിയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടാണ്. അപ്പൊ ഇത്രയും കുട്ടികളെ പുസ്തകത്തിൽ ഇതിന് തൊട്ട് മുമ്പായിട്ട് ഷാർജ ഭരണാധി ചെയ്തിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഷാർജയിലുള്ള സിറ്റിസൺസ്, ടോക്കിംഗ് അബൌട്ട് 80,000 പീപ്പിൾ, ഈ 80,000 വീടുകളിലും ഷാർജ ഭരണാധികാരി ഒരു ലൈബ്രറി സ്ഥാപിച്ചു കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. അതെ, അത് കഴിഞ്ഞ ഒരു 15 കൊല്ലം മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള നോളജ് വിത്തൗട്ട് ബോർഡേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രൊജക്ട്. റാഷിദ് അൽ കൂസ് എന്ന് പറയുന്ന ഒരു ലോക്കലായിട്ടുള്ള നല്ലൊരു മനുഷ്യന്റെ അണ്ടറിൽ ഒരു ടീമാണ് അത് ചെയ്തിരുന്നത്. ജർമ്മനി മെയ്ഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു ഷെൽഫും 50 ബുക്കുകളും ഡിഫറെന്റ് സബ്ജക്റ്റിൽ, ഡിഫറെന്റ് ലാംഗ്വേജിൽ, ഡിഫറെന്റ് ടൈപ്പിലുള്ള ബുക്കുകൾ 50 ബുക്കും ഈ ഒരു ഷെൽഫും അവരുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ 80,000 കുട്ടികൾ 5-8 കൊല്ലം കൊണ്ടാണ് ആ ഒരു പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഒരു 4 കൊല്ലം 5-6 കൊല്ലം മുമ്പാണ് അത് കംപ്ലീറ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഇത്രയും വീടുകളിൽ ഓൾറെഡി ദർ ഈസ് എ എസ്റ്റാബ്ലിഷ്ഡ് ലൈബ്രറി. ഈ ലൈബ്രറിയിലേക്കാണ് ഈ പുസ്തകങ്ങളൊക്കെ പോകുന്നത്. അപ്പൊ ഈ കുട്ടികളുടെ കയ്യിൽ അല്ലെങ്കിൽ അവരുടെ കാണുന്ന രീതിയിൽ ഈ പുസ്തകങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ നാച്ചുറലി ഒരു 20% കുട്ടികൾ വായനയിലേക്ക് പോകുന്നുണ്ട്. അതൊരു ഫാക്റ്റാണ്. ആ വായന നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാം, വിൽ ഗെറ്റ് അഡിക്റ്റ് ടു ദാറ്റ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. വായിച്ച് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ. അപ്പൊ ഇന്നത്തെ ഈ ഇപ്പോഴത്തെ ഒരു ജനറേഷന് ഏറ്റവും കൂടുതൽ അതായത് ആ ഒരു റീഡിങ്ങിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു എഫേർട്ട് എടുക്കുന്ന ഒരു എമിറേറ്റ് ആണ് ഷാർജ എമിറേറ്റ്. അതിൻ്റെ ഭരണാധികാരിയുടെ ഒരു എഫേർട്ട്. അപ്പൊ അതാണ് ഞങ്ങളുടെ സക്സസ് സ്റ്റോറിയുടെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ കുട്ടികളെ വായനയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അതൊരു വലിയൊരു കോൺട്രിബ്യൂഷനാണ് ലോകത്തിന്. വായനാ ലോകത്തിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയൊരു കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പൊ ഇതാണ് ഷാർജ പുസ്തകമേളനെ ഒരു മറ്റു പുസ്തകമേളയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വലിയ ഘടകം. നമ്മൾ ചോദ്യത്തിൽ എന്തോ ഒരു ഞാൻ ചോദിച്ചത് ബുക്ക് അതോറിറ്റിന്റെ മറ്റ് പ്രവർത്തനങ്ങൾ. അപ്പൊ ഇത് ഈ ഹോം ലൈബ്രറി. അതെ, ഹോം ലൈബ്രറി അതിലൊന്നാണ്. പിന്നെ നമുക്ക് ഉള്ളത് കുറച്ച് നമ്മൾ ഏകദേശം 30ഓളം ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഞങ്ങൾ ഒരുപാട് കോൺഫറൻസുകളാണ്. ഷാർജ പബ്ലിഷിംഗ് കോൺഫറൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ 4 വർഷമായിട്ട് കൺസിസ്റ്റന്റ്ലി ലോകത്തിലെ നമ്പർ 1 ആണ്. അത് ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ ഡീൽസ് സൈൻ ചെയ്യുന്ന ഒരു ഇവന്റ് ആണ് ഷാർജ പബ്ലിഷേഴ്സ് കോൺഫറൻസ്. ഇത് നടക്കുന്നത് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ നടക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 3 ദിവസമാണ്. അപ്പൊ ഈ പബ്ലിഷേഴ്സ് വേൾഡ് വൈഡിലെ എല്ലാ പബ്ലിഷേഴ്സും വരുന്നു. അതൊരു പക്ക പ്രൊഫഷണൽ പ്രോഗ്രാമാണ്. B2B, വേറൊന്നും അതിൻ്റെ അകത്ത് നടക്കുന്നില്ല. ബുക്ക് സെയിലോ ഒന്നും നടക്കുന്നില്ല. അത് ജസ്റ്റ് നമ്മുടെ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ എന്ന് പറയുന്നത് പബ്ലിക് ഫെയർ ആണ്. അവിടെ പബ്ലിക് വരുന്നു, ബുക്ക് വാങ്ങുന്നു, വായിക്കുന്നു. ഇവിടെ അതല്ല, ഇവിടെ ബിസിനസ് ഡീൽസ് ആണ് നടക്കുന്നത്. അത് ആ 3 days. അത് കഴിഞ്ഞ 4 വർഷമായിട്ട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പബ്ലിഷേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ കോൺട്രാക്ട്സ് സൈൻ ചെയ്യപ്പെടുന്ന, ഏറ്റവും കൂടുതൽ ഗ്രാൻഡ് അനുവദിക്കപ്പെടുന്ന ഒരു ഇവന്റ് ആണ്. അപ്പൊ ഷാർജ ഗവൺമെന്റ് ഒരു $300,000 എല്ലാ വർഷവും ഇതിനുമായി ട്രാൻസ്ലേഷന് വേണ്ടി മാത്രം മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഷാർജ പബ്ലിഷേഴ്സ് കോൺഫറൻസിൽ പങ്കെടുക്കുന്ന ബുക്കുകൾ പലതരം കോൺട്രാക്ട്സ് ഉണ്ടല്ലോ. ടെറിട്ടോറിയൽ റൈറ്റ്സ് ഉണ്ട്, റീജിയണൽ റൈറ്റ്സ് ഉണ്ട്, ട്രാൻസ്ലേഷൻ റൈറ്റ്സ് ഉണ്ട്, കോപ്പി റൈറ്റ്സ് ഉണ്ട്. ഇങ്ങനെ പലതരം റൈറ്റ്സ് എക്സ്ചേഞ്ച് ചെയ്യും. ഇതിൽ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നതിന് വേണ്ടി മാത്രം ഓരോ വർഷവും $300,000 ഞങ്ങൾ
അലോക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇത് പോകുന്നത് കംപ്ലീറ്റ് പബ്ലിഷേഴ്സിലേക്കാണ്. ഏതെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ DC ബുക്സ് ആയാലും ഗ്രീൻ ബുക്സ് ആയാലും ഇവരൊക്കെ തന്നെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ. ഇവർ ഇപ്പം ടർക്കിന്നോ ഈജിപ്തിന്നോ മറ്റേ UK എന്നൊക്കെയുള്ള പബ്ലിഷേഴ്സിന്റെ ബുക്കുകൾ ഇവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു, ഇവരുടെ മലയാളത്തിലേക്കോ തമിഴിലേക്കോ അതെ. ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന്റെ കോസ്റ്റ് ഷാർജ ഗവൺമെന്റ് കൊടുക്കുന്നത്. ഓ, ഓക്കെ. മനസ്സിലായില്ലേ? ഇതിലത്തെ ഏറ്റവും വലിയ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു പോയിന്റും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് എനി ലാംഗ്വേജ് ടു എനി ലാംഗ്വേജ് ആണ്. ഓ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഷാർജയെ കുറിച്ചിട്ട് ആരും ശ്രദ്ധിക്കപ്പെടാത്ത കുറെ കാര്യങ്ങളാണ് ഞാൻ അതെ, പറഞ്ഞത്. അതെ, അതെ, ഷാർജ എന്ത് ചെയ്യുന്നു, അതെ, ശരിയാണ്. ലിറ്റററി വേൾഡിൽ എന്ത് ചെയ്യുന്നു അതെ. ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് കേൾക്കുന്ന ഈ ബുക്ക് ഫെസ്റ്റിവലിനെ കുറിച്ച് കുറിച്ച് മാത്രമാണ്. അതെ. മോനേട്ടാ, ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവലില് പ്രത്യേകിച്ച് റൈറ്റേഴ്സ് ഫോറത്തിൽ ഒരു ആവറേജ് ഒരു 500 പുസ്തകങ്ങൾ ഒരു വർഷം റിലീസ് ചെയ്യുന്നുണ്ട്. ഏറെയും മലയാളം പുസ്തകങ്ങളാണ്. ഒരു പ്രവാസി മലയാളി പ്രത്യേകിച്ച് UAE അല്ലെങ്കിൽ ഗൾഫിലുള്ളവർക്ക് കിട്ടുന്ന ഒരു സ്വപ്ന തുല്യമായ ഒരു വേദിയാണ് അത്. ഇനി ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട്. 2 പുസ്തകവും അവിടെയാണ് പബ്ലിഷ് ചെയ്യപ്പെട്ടത്. മോനേട്ടൻ്റെ സപ്പോർട്ട് അതിന് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ചോദ്യം എന്താ വെച്ചാൽ, പൊതുവെ മലയാളി വായനക്കാരിൽ നിന്ന് ഉള്ളൊരു വിമർശനമാണ് ഈ പ്രവാസി മലയാളികളുടെ പുസ്തകങ്ങൾക്ക് അതിൻ്റെ കണ്ടന്റിന് ഒരു ക്വാളിറ്റിയുടെ പ്രശ്നം. യു മീൻ ഒരു ആവർത്തന വിരസത. അവര് തേടി പോകുന്ന സബ്ജക്റ്റ് ഒന്നിക്കല് പിന്നെ ഗൾഫിലെ അനുഭവങ്ങൾ മാത്രം, അല്ലെങ്കിൽ നൊസ്റ്റാൾജിയ. ഓക്കെ, ഈ 2 കാര്യങ്ങളിൽ അവർ സ്റ്റക്കാണ്. മറ്റ് സബ്ജക്റ്റിലേക്ക് അവർ പോകുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു വിമർശനം ഞാൻ കേട്ടിട്ടുണ്ട്. മോനേട്ടന് അതിനെക്കുറിച്ച് എന്താണ് പറയാം? ഞാൻ നേരത്തെ പറഞ്ഞ ഈ റീഡിങ് വളർത്തുന്നു എന്ന് പറഞ്ഞില്ല, ഞാൻ പറഞ്ഞല്ലോ ഒരു 40,000 ചിൽഡ്രൻ ആർ ഇൻ ടു റീഡിങ് എവറി ഇയർ ഷാർജ ബുക്ക് ഫെയറിൽ. അതേപോലെ തന്നെ റൈറ്റിംഗ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു വേദിയും കൂടി ആയിട്ട് മാറിയിട്ടുണ്ട് ഷാർജ പുസ്തകമേള, എസ്പെഷ്യലി നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി. അതെന്തുകൊണ്ടാ വെച്ചാൽ മലയാളത്തില് നല്ല വായനക്കാരുണ്ട് ഒരുപാട്. നമുക്ക് ഇവിടുത്തെ UAE പ്രവാസികളിൽ നല്ലൊരു വായന, ഒരു ശതമാനം വായനയിലേക്ക് തിരിഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്കൊക്കെ തന്നെ പുതിയ പുസ്തകങ്ങൾ വായിക്കാൻ താല്പര്യമുള്ളവരാണ്. അപ്പൊ അവർ പറയുന്ന എന്തെങ്കിലും പരാതികളോ അല്ലെങ്കിൽ അവരുടെ ഇതൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. പലപ്പോഴും അവർക്ക് പുസ്തകത്തിന്റെ നല്ല പുസ്തകങ്ങൾ അവൈലബിൾ അല്ല. ഇവിടെ ഷാർജ ബുക്ക് ഫെയറിൽ എല്ലാ പബ്ലിഷേഴ്സും വരുന്നില്ല, എല്ലാ ബുക്കുകളും വരുന്നില്ല. അപ്പൊ ഞങ്ങൾ പരമാവധി പുസ്തകങ്ങളെ ഇവിടെ എത്തിക്കാൻ ശ്രമിക്കുന്നില്ല. കാരണം പബ്ലിഷേഴ്സിനെ കൂടുതൽ കേരളത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോഴാണല്ലോ കൂടുതൽ പുസ്തകങ്ങൾ ഇവിടെ എത്തുന്നത്. അപ്പൊ DC ബുക്സ് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ടുണ്ട്. ഒലിവ് ബുക്സ്, മറ്റവരൊക്കെ ലിപി പബ്ലിക്കേഷൻസ്, മാതൃഭൂമി, കൈരളി, ഇവരൊക്കെ വരുന്നുണ്ട്, മനോരമ, എല്ലാവരും വരുന്നുണ്ട്. പക്ഷെ എന്നാലും അവർക്കൊക്കെ ഒരു പരിമിതി ഉണ്ട് അവരുടെ പുസ്തകങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പൊ ഇവിടെ ഒരു വലിയൊരു സ്പേസ് ഉണ്ട്, പുസ്തകങ്ങളുടെ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ ഈ നമ്മൾ ആദ്യത്തെ, അതായത് ഐ എം ടോക്കിംഗ് അബൌട്ട് 8 years ബാക്ക്, നമുക്ക് ഈ പുസ്തകം റിലീസ് ചെയ്യാന്ന് പറഞ്ഞൊരു പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പുസ്തകങ്ങൾ ഇവിടെ ഷാർജ പുസ്തകമേളയിൽ റിലീസ് ചെയ്യാം. അത് ഏറ്റവും കൂടുതൽ ഞാനത് ചെയ്യാനുള്ള ഒരു കാരണം വെച്ചാൽ മലയാളി കമ്മ്യൂണിറ്റിയിൽ അന്ന് എഴുതിയിരുന്ന കുറച്ച് എഴുത്തുകാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പുസ്തകങ്ങളൊക്കെ റിലീസ് ചെയ്യാൻ എന്നോട് റിക്വസ്റ്റ് വരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിന് വേദി കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഉള്ള സ്പേസിൽ അങ്ങനെ കൊടുത്തോണ്ട് വരുന്നു. അപ്പോൾ 10, 20, 30 ബുക്കൊക്കെ ഓരോ വർഷം പലരും എഴുതുന്ന ബുക്കുകൾ ഞാൻ അതിന് സ്പേസ് കൊടുക്കും. നമ്മുടെ അവിടെ റൈറ്റേഴ്സ് ഫോറം വരുന്നതിന് മുമ്പ് അവിടെ ബുക്ക് ഫോറം, ലിറ്ററേച്ചർ ഫോറം, ഇന്റലക്ച്വൽ ഹാൾ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ പല ഹാളുകളുണ്ട്, ചെറിയ ചെറിയ ഹാളുകളുണ്ട്, 10, 30, 40 പേർക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ അത്തരം ഹാളുകളിൽ ഭംഗിയായിട്ട് അത് നടത്തിയിരുന്നത്. പക്ഷേ ഇത് കണ്ടിട്ടാണോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഹൈപ്പ് കണ്ടിട്ടാണോ? കാരണം ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഓതർക്ക് കിട്ടുന്ന ഒരു ഹൈപ്പ് ഉണ്ട്. അത് നമ്മൾ മനോജിന് മനസ്സിലായിട്ടുണ്ടാവും. അത് കാരണം വെച്ചാൽ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേദി, നല്ലൊരു പ്ലാറ്റ്ഫോം, നല്ലൊരു ബാക്ക്ഡ്രോപ്പ്, ഒരു TV സ്ക്രീന്, അതുമാതിരി തന്നെ മീഡിയയുടെ ഒരു കവറേജ്, പിന്നെ പബ്ലിക്കിന്റെ ആ ഒരു ആംബിയൻസ് മൊത്തത്തിലുള്ള, പിന്നെ ബുക്ക് ഫെയറിന്റെ മൊത്തത്തിലുള്ള ഒരു ഓളം, ഇതിന്റെ ഒരു ഹാളിന്റെ ബ്രാൻഡിങ്, ഇതെല്ലാം വെച്ചിട്ട് ഇത് ആ ഒരു പുതിയൊരു എഴുത്തുകാരൻ വന്നിട്ട് അവിടെ വേദിയിൽ പിന്നെ ഒരു സർട്ടിഫിക്കറ്റ്, ഒരു എഴുത്തുകാരി എന്ന് പറഞ്ഞിട്ട് അംഗീകരിക്കപ്പെടുന്ന ഒരു വളരെ വാലിഡ് ആയിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഷാർജയുടെ സർട്ടിഫിക്കറ്റ്, ഇത് എല്ലാം കൂടി ആവുമ്പോഴത്തേക്കും ഈ ഒരു എഴുത്തുകാരൻ, അതൊരു പുതിയ ആളായിക്കോട്ടെ അല്ലായിക്കോട്ടെ, സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. ആ സെലിബ്രേഷൻ അതൊരു ഭയങ്കര ഒരു മോട്ടിവേഷനാണ് ഇത് ആർക്ക് കാണുന്നവർ. തീർച്ചയായിട്ടും. കാരണം ആദ്യമായിട്ടൊരു പുസ്തകം എഴുതിയിട്ട് ഒരു കുട്ടി വരുന്നു, 10-15 വയസ്സിലൊരു കുട്ടി ഒരു പുസ്തകം എഴുതി, ആ പുസ്തകത്തിന് കൂടി ആ കുട്ടി ഒരു എഴുത്തുകാരായിട്ട് സെലിബ്രേറ്റ് വാഴ്ത്തപ്പെടുകയാണ്. അവിടെ മീഡിയ വരുന്നു, TV ന്യൂസ് വരുന്നു, സോഷ്യൽ മീഡിയയിൽ പബ്ലിസിറ്റി കിട്ടുന്നു, അതിൻ്റെ പോസ്റ്റർ ഇറങ്ങുന്നു, അതുമാതിരി അവസാനം സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇതെല്ലാം കൂടി വരുമ്പോൾ ഇതൊരു വലിയൊരു പ്രചോദനമായിട്ട് മാറും.
അങ്ങനെ വായിക്കാനും എഴുതാനും അറിയാത്ത ആൾക്കാർക്ക് പോലും എഴുതണം എന്ന് തോന്നുന്ന തരത്തിലേക്ക് ഓക്കെ ഈ ഹൈപ്പ് വളരെയാണ്. ഓക്കെ അപ്പൊ ഇത് കാണുന്ന എല്ലാവരും പിന്നീട് നെക്സ്റ്റ് ഇയറിലേക്ക് ഇഫ് വൈ നോട്ട് ഓക്കെ എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് പോകും. അപ്പൊ അവർക്ക് എഴുതാൻ ഒരു സബ്ജക്റ്റ് ഉണ്ടാവില്ല, അവർക്ക് എഴുതാൻ അറിയുന്നുണ്ടാവില്ല. എന്നാലും അവര് എന്തെങ്കിലുമൊക്കെ ആയിട്ട് എഴുതി കൊണ്ടുവരുന്നു, അതൊരു ബുക്കാക്കി വരുന്നു. ഇപ്പൊ ഈ ഒരു ട്രെൻഡ് ഷാർജ ബുക്ക് ഫെയറിൽ വന്നിട്ടുണ്ട്. അതൊരു സത്യമാണ്. ഓക്കെ അപ്പൊ ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇതിന് ഒരു മോണിറ്ററിങ്ങും ഒരു സ്ക്രൂട്ടനൈസിങ്ങും ഒരു ഫിൽറ്ററിംഗ് ഒക്കെ വേണം. അതെ അതിനുള്ള ഒരു സെറ്റപ്പും നമുക്കില്ല. ശരിയാണ്. കാരണം ഇത് മലയാളി കമ്മ്യൂണിറ്റിയിൽ മാത്രം കണ്ടുവരുന്ന അതെ ഒരു ശീലമാണ്. അതെ. അപ്പൊ അതില് അവിടെ ഇപ്പൊ എനിക്ക് ഇത് ചെയ്യണമെങ്കിൽ ഞാൻ തന്നെ വേണം അത് ബുക്ക് വായിക്കാൻ. അല്ല, എനിക്ക് തോന്നുന്നു ഇത് ചെയ്യണമെങ്കിൽ പ്രസാധകർക്ക് വേണമെങ്കിൽ ചെയ്യാലോ, പബ്ലിഷേഴ്സിന് വേണം ചെയ്യാം. അവിടെ അതെ, ഈ പ്രസാധകർക്ക് ചെയ്യാം. പക്ഷെ പ്രസാധകർക്ക് എല്ലാവരും ഇപ്പൊ പബ്ലിഷിംഗ് ഇൻഡസ്ട്രി ഇപ്പൊ ഒരു സർവൈവൽ മോഡിലാണ്. മനോജിനെ അറിയാമെന്ന് അറിയില്ല. കാരണം അവരൊന്നും തന്നെ വലിയ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഓക്കെ കാരണം ബുക്ക് റീഡിംഗ് എന്ന് പറയുന്നത് കുറഞ്ഞു വരുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ അതെ. ഓൺലൈൻ റീഡിംഗ് ഇഷ്ടംപോലെ ഉണ്ട്. വേറെയും ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് വായിക്കാൻ. ഏത് വിഷയത്തിനെ കുറിച്ചിട്ട് എപ്പോൾ വേണമെങ്കിൽ വായിക്കാവുന്ന രീതിയിൽ നമുക്ക് ഇന്റർനെറ്റ് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ വായിക്കണം എന്നുണ്ടെങ്കിൽ വായിക്കാവുന്ന ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ബുക്ക് പോയി വാങ്ങി പൈസ കൊടുത്ത് വാങ്ങിയിട്ട് വായിക്കുന്നവരുടെ എണ്ണം ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അതൊരു സത്യമാണത്. പക്ഷെ എന്നാലും നമ്മളെപ്പോലെയുള്ള ഈ ജനറേഷൻ, കഴിഞ്ഞ ജനറേഷൻസ് എല്ലാവരും ഇപ്പോഴും വി ആർ ഡിപ്പെൻഡിങ് ഓൺ ബുക്സ്. നമ്മളാണ് ഈ പോയിട്ട് ബുക്കുകൾ, പുതിയ കുട്ടികൾ ബുക്ക് വാങ്ങുന്നത് വളരെ കുറവാണ്. അവരെല്ലാം ഓൺലൈനിലാണ് പോകുന്നത് കൂടുതലും. കാരണം അവർക്ക് ഓപ്ഷൻസ് ഉണ്ട്. അതുമാത്രമല്ല, ഏത് ലാംഗ്വേജിൽ വേണമെങ്കിൽ അവർക്ക് വായിക്കാൻ പറ്റും. ഏത് ലോകത്തിന്റെ ഏത് മൂലക്കുള്ള ബുക്കുകൾ അവർക്ക് ഇപ്പോൾ ആക്സസിബിൾ ആണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടുത്തെ സെയിൽ കുറയാണ്. നമ്മുടെ സാധാരണ യങ്സ്റ്റേഴ്സിന്റെ ഇടയിലുള്ള വായനയുടെ കുറയുന്നുണ്ട് ഒരുപാട്. അവർ വായിക്കുന്ന തലവും വ്യത്യാസമുണ്ട്. അപ്പോൾ അവരെ കാറ്റർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വാളിറ്റി ബുക്സ് മലയാളത്തിൽ ഇറങ്ങുന്നത് വളരെ കുറവാണ്. നമ്മൾ പഴയ എഴുത്തുകാരനെ ഉള്ളൂ. പുതിയ എഴുത്തുകാരൊക്കെ എഴുതുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ ക്വാളിറ്റി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാനില്ല. ഐ ഹാവ് നോ കമന്റ്സ് അബൌട്ട് ദി ക്വാളിറ്റി. കാരണം വെച്ചാൽ ഈ ഒരു ട്രെൻഡാണ് നടന്നത് ഷാർജ ബുക്ക് ഫെയറിൽ. അതായത് എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് ആ സ്റ്റേജിൽ കയറി പറ്റുക, എങ്ങനെയെങ്കിലൊക്കെ അതൊരു ഒരു പബ്ലിസിറ്റി കിട്ടുക, ഒന്ന് മീഡിയയിലൊക്കെ ഒന്ന് പേരെടുക്കുക, നാലാൾ അറിയുക, അങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ ഒന്ന് സ്റ്റാർ ആവുക. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു പൊതുവെയുള്ളൊരു ട്രെൻഡ്. അപ്പൊ അതാണ് നമുക്ക് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത്. അത് എന്തുകൊണ്ടും നമുക്കത് കർട്ടൈൽ ചെയ്യാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല പറഞ്ഞാൽ ഇത് ഈ ഷാർജ റൈറ്റേഴ്സ് ഫോറം എന്ന് പറയുന്നത് എൻ്റെ ഓൺ ക്രിയേഷനാണ്. ഇത് മലയാളികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു റൈറ്റേഴ്സ് ഫോറം ബിൽഡ് ചെയ്യുക. അവിടെ നമ്മുടെ മലയാളികൾ ഏറ്റവും 99% അവിടെ ബുക്ക് റിലീസ് മലയാളം പുസ്തകങ്ങളാണ്. അപ്പൊ അത്തരത്തിൽ മറ്റ് അറബ് ബുക്കിനൊന്നും ഈ ഒരു ബുക്ക് റിലീസ് ഫംഗ്ഷൻ ഇല്ല. ഇന്ത്യയിലും എസ്പെഷ്യലി കേരളത്തിലാണ് ഏറ്റവും. ഇപ്പൊ തമിഴ്നാട്ടിലുള്ളവർക്കും കുറച്ച് ഉറുദു പുസ്തകങ്ങൾക്ക് ചാൻസ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് ഇപ്പൊ മനോജ് പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരാം. ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ എം നോട്ട് ഹാപ്പി. കാരണം അവിടെ വരുന്ന ബുക്കുകൾ വായന യോഗ്യമല്ലാത്ത ഒരുപാട് പുസ്തകങ്ങളുണ്ട്. ഈ പറഞ്ഞ മാതിരി അവർക്ക്, അതായത് വിഷയ ദാരിദ്ര്യം നമ്മൾ പറയും, ആ വിഷയ ദാരിദ്ര്യം നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട് ഈ കമ്മ്യൂണിറ്റി. അതുകൊണ്ട് അവരെന്താ വെച്ചാൽ അവരെ ചുറ്റുവട്ടത്ത് നടക്കുന്ന, അവർ തലേന്ന് പോയി, അവരിപ്പം ജോർജിയയിലേക്ക് ഒരാൾ പോകുന്നു, അതിനെക്കുറിച്ച് ഒരു ബുക്ക് എഴുതാണ്, ഒരു ട്രാവലോഗ്. നമ്മളെ എസ് കെ പൊറ്റക്കാടിന്റെ ട്രാവലോഗ് കണ്ടിട്ടുള്ള ആൾക്കാരാണ്, അല്ലെ ജോർജിന്റെ ഒക്കെ. അത്തരത്തിലുള്ള ലോകം കാണാനുള്ള ഒരുപാട് ഇതുണ്ടാവുമ്പോൾ ഇവരവിടെ പോയിട്ട് ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റിൽ ചായ കുടിച്ചതും ഇവരവിടെ പോയുള്ള കുന്നിന്റെ ചിത്രവും അതും ഇതൊക്കെ വെച്ചിട്ട് ഒരു പുസ്തകം ഉണ്ടാക്കുകയാണ്. ഇതാർക്ക് വായിക്കണം? ഇപ്പൊ നമുക്ക് ജോർജിയനെ കുറിച്ച് അറിയാൻ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. ജോർജിയന്റെ മുക്കും മൂലയും നമുക്ക് നമ്മൾ കമ്പ്യൂട്ടറിൽ നോക്കി ഇത് കാണാൻ പറ്റും, സൂം ചെയ്ത് കാണാൻ പറ്റുന്ന സാഹചര്യമുള്ള സമയത്താണ് അവർ പോയിട്ടുള്ള ഏതോ ഒരു ഈ ജോർജിയയുടെ ഒരു മൂലക്ക് പോയിട്ട് കണ്ടിട്ടുള്ളത് വലിയൊരു ബുക്കായിട്ട് ഇവിടെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആർക്ക് വായിക്കാൻ പറ്റും ഇത്? ആർക്ക് വായിക്കണം ഇത്? അപ്പൊ ഈ വിമർശനം ശരിയാണ്. അതായത് ഈ ഒരു പുസ്തക പ്രകാശനത്തിന് ശേഷം അതിന് കൂടുതൽ വായന ഉണ്ടാവുന്നില്ല, കൂടുതൽ പതിപ്പുകൾ ഉണ്ടാവുന്നില്ല. വായന മൂലം വരുന്ന പതിപ്പുകളൊന്നും വരുന്നില്ല. ഇവിടെ ഉദിക്കുന്നു, ഇവിടെ അസ്തമിക്കുന്നു. അതാണ് ഈ പുസ്തകങ്ങളൊക്കെ റിലീസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ മാത്രമേ നമ്മൾ കേൾക്കാറുള്ളൂ. അതിനുശേഷം ഇത് ആരെങ്കിലും വായിക്കുന്നുണ്ടോ, ഇത് വായിച്ചിട്ടുണ്ടോ, ഈ ബുക്കുകൾ രണ്ടാമത് റീപ്രിന്റ് ചെയ്യുന്നുണ്ടോ, അല്ല ഇത് ഈ പബ്ലിഷർ ഇത് എവിടെയെങ്കിലൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടോ, ഒന്നിനെ കുറിച്ച് ആർക്കും ഒരു ധാരണയില്ല. ഇത് പബ്ലിഷ് ചെയ്യുന്നു. ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പബ്ലിഷേഴ്സിന്റെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അവർക്ക് ഒരു സർവൈവൽ മോഡിലാണ് അവരിപ്പോൾ ഉള്ളത്. അപ്പൊ അവർക്ക് ജീവിച്ചു പോകണമെങ്കിൽ അവർക്ക് പബ്ലിഷ് ചെയ്തേ പറ്റും. പബ്ലിഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എഴുത്തുകാരുണ്ടാവും. എഴുത്തുകാരില്ലാതെ പബ്ലിഷ്, അപ്പൊ എഴുത്തുകാരെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് പബ്ലിഷറിനും കൂടെ ഒരു ആവശ്യമാണ്. അപ്പൊ പല പബ്ലിഷേഴ്സും
എഴുത്തുകാരെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. Okay. എനിക്കറിയില്ല അതിന്റെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഒന്നും. അപ്പൊ ആ അപ്രോച്ച് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ യു റൈറ്റ് എ ബുക്ക്, യു പേ ദിസ് മച്ച് എമൗണ്ട് ടു മീ, ഐ വിൽ പബ്ലിഷ് ദി ബുക്ക് ഫോർ യു അതെ അതെ എന്ന് പറയുന്ന. കാരണം പൈസയുള്ള ഒരു സ്ത്രീക്കോ പുരുഷനോ ഒരു എഴുത്തുകാരി ആവാൻ പറ്റുന്ന തരത്തിലുള്ള എല്ലാ ചുറ്റുപാടും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ആ പൈസയും കൊടുക്കുക, ബുക്ക് പബ്ലിഷ് ചെയ്യുക, പേരെടുക്കുക എന്ന് പറയുന്ന തരത്തിലേക്ക് തരം താണിട്ടുണ്ട് നമ്മുടെ പബ്ലിഷിംഗ് ഇൻഡസ്ട്രി പൊതുവെ തരത്തില്. പക്ഷെ അതിൽ നിൽക്കാത്ത ഒരുപാട് നല്ല പബ്ലിഷേഴ്സ് ഉണ്ട്, ഇതിനൊന്നും കൂട്ടു നിൽക്കാത്ത നല്ല പബ്ലിഷേഴ്സ്. അവരെ നമുക്ക് മാനിക്കാം, മറ്റുള്ളവരെ നമുക്ക് ഇഗ്നോർ ചെയ്യാനേ പറ്റുള്ളൂ, നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിന്റെ ഒരു ഈ ക്വാളിറ്റി വരുത്തേണ്ടത് എഴുത്തുകാരും പബ്ലിഷേഴ്സും ആണ്. അതെ, അതില് പബ്ലിഷേഴ്സ് ആണ് അതിനെ ഏറ്റവും കൂടുതൽ അവർക്ക് ചെയ്യാൻ പറ്റും. എഴുത്തുകാർക്ക് ആ ഒരു ഇതാണ് അവരുടെ. ഞാൻ ഐ എം നോട്ട് ടോക്കിംഗ് ഇറ്റ് ഇൻ ജനറൽ. ഇതിൽ കുറച്ച് പേരുടെ കാര്യം ഞാൻ പറയണേ, അവർക്ക് അവരുടെ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് എഴുതുന്ന ഒരുപാട് പേരുണ്ട്. ശരിയാണ്, ഒരുപാട് പേരുണ്ട്. അവർ ഓരോ കൊല്ലും ആ ബുക്കുമായിട്ട് അവർ വരുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം വായനയോഗ്യാന്നുള്ളത് അവർക്കും അറിയാം, നമുക്കും അറിയാം. അപ്പൊ അവര് നമ്മൾ ബുക്ക് ഫെയറിൽ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, ബുക്ക് നടന്ന് വിൽക്കുന്ന ഒരു കുട്ടികളൊക്കെ ഏൽപ്പിച്ചിട്ട് പുസ്തകങ്ങൾ പ്ലീസ് 10 റുപ്യുള്ളൂ. ഇതൊക്കെ വളരെ ചീപ്പാണ്. നമ്മുടെ അതൊന്നും ചെയ്യാൻ പാടില്ല. പുസ്തകങ്ങൾ വായനയോഗ്യാണെങ്കിലും നമ്മൾ വായനക്കാർ പോയിരിക്കും, വാങ്ങിയിരിക്കും. ഇത് കൊണ്ടുപോയി ഫോഴ്സ്ഫുള്ളി ഏൽപ്പിക്കുക, നിങ്ങൾ എന്റെ ബുക്ക് വായിച്ചിട്ടുണ്ടോ, ഇതൊന്ന് വാങ്ങും എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് തരം താഴാൻ പാടില്ല ആരും. എനിക്ക് പറയാനുള്ളത് അത്തരത്തിലുള്ള പ്രവണതകൾ നിർത്തിയേ പറ്റൂ. ഞാനത് പ്ലാൻ ചെയ്യുന്നുണ്ട്. ബുക്ക് ഫെയറിൽ ബുക്കുകൾ കൊണ്ടു നടന്ന് വിൽക്കുന്ന ഒരു പരിപാടി സ്റ്റോപ്പ് ചെയ്തേ പറ്റും. അവരുടെ ബുക്ക് സ്റ്റാളിൽ വെക്കുക, ആൾക്കാർ പോയി അവിടെ നിന്ന് മേടിക്കുക, അത് മാത്രമായിരിക്കണം. ശരിയാണ്. ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദ്യമാണ്, ഗീതേച്ചിയെ പ്രണയിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? അതിപ്പം ഒരു 37 years. 37 വർഷം. ഏത് വർഷമായിരുന്നു കല്യാണം? 87 ഞങ്ങൾ കഴിയുന്നത്. അപ്പം അല്ല 40 ആയില്ലേ? 87 എന്ന് പറയുമ്പോൾ 38 years. അത് എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിന്റെ മകളാണ്. പ്രേമിച്ചിട്ടുണ്ടോ? പ്രേമിച്ചിട്ടില്ല, അതിനുശേഷമാണ് പ്രേമിച്ചത്. ശരിക്കും ഞാൻ ഒരു പ്രേമം എനിക്കുണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ്റെ മരുമകളെ ഞാൻ കല്യാണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹിച്ച് കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഗൾഫിൽ വന്നിട്ട്. പക്ഷെ അത് പിന്നെ എങ്ങനെയോ അത് പോയി. അപ്പൊ പിന്നെ അച്ഛനോട് അച്ഛൻ എൻ്റെ കല്യാണത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു യു ഡിസൈഡ്, ആരായാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ലീവിൽ പോയ സമയത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു 3 പെൺകുട്ടികളെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്, ഇനി ഒന്ന് പോയി കാണണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് 3 വേണ്ട, എനിക്ക് ഒറ്റൊരാൾ മതി, എനിക്ക് അങ്ങനെ പോകാനും പറ്റില്ല. കാരണം വെച്ചാൽ 3 സ്ഥലത്തുനിന്ന് പോയി പെണ്ണ് കണ്ടിട്ട് ഒന്നവരുടെ എനിക്ക് ഇഷ്ടമായിട്ടില്ല. കാരണം ഞാൻ സൗന്ദര്യത്തിലോ അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിലോ ഞാൻ ആകെ നോക്കുന്നത് നമുക്കറിയാവുന്ന ഒരു കുടുംബത്തിനായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ 3 കുടുംബവും അച്ഛനെ അറിയുന്ന കുടുംബം തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, അച്ഛനും അമ്മയും കൂടെ തീരുമാനിക്കും, ഐ വിൽ ബി ഓക്കെ വിത്ത് ദാറ്റ്. അപ്പം പറഞ്ഞു അതല്ല, അവർക്ക് നിന്നെ കാണണമെന്നുണ്ടാവില്ലേ? റൈറ്റ് ആയിട്ടുള്ള ശരിയായിട്ടുള്ള ചോദ്യമാണ്. ഞാൻ പറഞ്ഞു ഒരു ഫോട്ടോ കൊടുത്താൽ പോരെ നമുക്ക്? അല്ല, നീ ഇവിടെ ഉണ്ടല്ലോ ഓൾറെഡി, ഒന്ന് പോയി കാണുക. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരാളെ കാണാം, 3 പേരെ എനിക്ക് പറ്റില്ല. അപ്പം പറഞ്ഞു ആരായിട്ടും. അപ്പൊ അവർ തന്നെ ഡിസ്കസ് ചെയ്തു, അമ്മ അച്ഛൻ ഡിസ്കസ് ചെയ്തു. പിന്നെ കൃഷ്ണന്റെ മോളായിക്കോട്ടെ, LIC-ലാണ് ഗീത, അങ്ങനെ. അപ്പൊ അവരുടെ ഫാമിലി ആയിട്ട് നമുക്കറിയാം. ഞാൻ ഈ കൃഷ്ണേട്ടനെ എനിക്കറിയാം, ഇവളുടെ അച്ഛനെ. കാരണം പയ്യന്നൂര് നമ്മുടെ തറവാട്ടിന്റെ മുമ്പിലാണ് LIC ഓഫീസ്. LIC-ലെ സെക്ഷൻ ഹെഡാണ് ഈ പുള്ളി. പുള്ളി ഒരു സാധാരണ സൈക്കിൾ ഓടിച്ച് വീട്ടിന്റെ കൂടെ എപ്പോഴും പോകും, വീട്ടിൽ വരും. അമ്മയുടെ അച്ഛനൊക്കെ ആയിട്ട് സംസാരിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആള് നല്ലൊരു മനുഷ്യനാണ്. ഗീതയുടെ കല്യാണം, ഗീതനെ ഞാൻ കല്യാണം കഴിക്കാനുള്ള പ്രധാന കാരണം അവളുടെ അച്ഛനാണ്. പിന്നെ ഞങ്ങളൊരു ഡിസ്റ്റന്റ് റിലേഷനും കൂടിയുണ്ട്. ഗീതയുടെ അമ്മ ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ ഒരു ബന്ധുവായിട്ട് വരും. അങ്ങനെ അതും നല്ലൊരു സ്ത്രീയാണ്. അവരിപ്പോഴും ഉണ്ട്, അച്ഛൻ മരിച്ചുപോയി. അപ്പൊ ആ കൃഷ്ണേട്ടന്റെ മകൾ എന്ന് പറയുമ്പോൾ പിന്നെ അതിൽ വേറെ കൂടുതലൊന്നും ആവശ്യമില്ല എന്ന് തോന്നിയ ഒരു കാലഘട്ടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ പോയി കാണാൻ പോകും. അങ്ങനെ ഞങ്ങൾ പോകുന്നു, ഫിക്സ് ചെയ്യുന്നു, കല്യാണം. ഇത്രേ ഉള്ളൂ. ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അതിലോ ഒരു കോംപ്ലിക്കേഷൻ അതിനകത്ത് ഉണ്ടായിട്ടില്ല. ലവ് ആഫ്റ്റർ മാരേജ്. അതെ, അതങ്ങനെ ഭംഗിയായിട്ട് പോകുന്നു. ഷീ ഈസ് വെരി നൈസ് ആക്ച്വലി. അവളുടെ
ഷീ ഈസ് വെരി നൈസ് എന്നല്ല, ഷീ ഈസ് എ വെരി നൈസസ്റ്റ് വുമൺ ഐ ഹാവ് എവർ കം അക്രോസ് എന്നല്ലാണ് ഒരു 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 അനുജനെ പോലെ. കാരണം എന്താ വെച്ചാൽ നല്ലൊരു മനസ്സുണ്ട്, അതാണ് അതിലത്തെ ഏറ്റവും വലിയ കാര്യം. പാവങ്ങളോടുള്ള കരുണ, ദയ, ഹെൽപ്പ് ചെയ്യാനുള്ള മനസ്സ്, ചെയ്യുന്നതിനോട് കാണിക്കുന്ന സിൻസിയറിറ്റി, സഹജീവികളോട് കാണിക്കുന്ന ആ ഒരു കരുതല്, പിന്നെ അങ്ങനെയുള്ള കുറേ നല്ല വശങ്ങളുണ്ട് അവൾക്ക്, ഒരുപാട് നല്ല കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ അവളൊരു പരിചയപ്പെട്ട ഒരാളും പിന്നീട് ഗീതാനെ വിട്ടുപോകുന്നില്ല. അതാണ് അതിലത്തെ ഏറ്റവും വലിയ. ഇപ്പം അവളുടെ പുസ്തക റിലീസ്, 2 പുസ്തകങ്ങളോട്, ഈ പുസ്തക റിലീസ് ഒക്കെ തന്നെ അവൾ തന്നെ പ്ലാൻ ചെയ്ത് അവൾ തന്നെ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങളാണ്. ഞാൻ ജസ്റ്റ് ബാക്കിങ് ചെയ്തു മനസ്സിലായി. അതൊക്കെ അവളുടെ ഒരു കോണ്ടാക്ട്സിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത്രമാത്രം വളരെ നല്ലൊരു മനസ്സിന്റെ ഉടമയാണ്. അതാണ് ഗീതയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആയിട്ട് ഞാൻ. നിങ്ങളെ രണ്ടുപേരും ഒന്നിച്ച് കാണുമ്പോൾ നമ്മൾ പറയല്ലോ മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയല്ലോ, അത് ഏറ്റവും സത്യമായിട്ട് തോന്നുന്ന ഒരു കപ്പിളാണ് നിങ്ങൾ രണ്ടുപേരും. താങ്ക് യു ഫോർ ദാറ്റ് കോംപ്ലിമെന്റ്. വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരുപാട് സന്തോഷം മനോജ്, ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഇന്റർവ്യൂ നമ്മൾ ചെയ്യാൻ സാധിച്ചതിൽ. അൻവറിന്റെ കോൺട്രിബ്യൂഷൻ, ഇത്രയും ക്ഷമയോടുകൂടി ഇത്രയും മണിക്കൂർ അൻവർ ഇത് നോക്കി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ഒരു റിലേഷനെ പറ്റി അതിൽ ഞാൻ ആദ്യമായിട്ടാണ് അൻവറിനെ കാണുന്നത്. പക്ഷെ എന്നാലും ആ ഒരു പ്ലസന്റ് ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന രീതി, പിന്നെ ചോദ്യങ്ങൾക്കുള്ള ഒരു ലാളിത്യം, അത് വളരെ ഞാൻ വെരി റിലാക്സ്ഡ്, വെരി ഫ്രണ്ട്ലി ആയിട്ട്, വളരെ ഈസി ആയിട്ട് എനിക്ക് ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റിയത് നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിന്റെ ഒരു. താങ്ക് യു ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച്. 44 കൊല്ലമായിട്ട് പുസ്തകങ്ങളുടെ ലോകത്ത് മാത്രം ഉള്ള ഒരാള് സ്വന്തമായിട്ട് എപ്പോഴാണ് ഒരു പുസ്തകം? കാരണം ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും, ഒരുപാട് മനുഷ്യരെ മീറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പുസ്തകങ്ങൾ വായിച്ച അനുഭവങ്ങളുണ്ട്. എപ്പോഴാണ് ഒരു സ്വന്തമായിട്ടൊരു പുസ്തകം? അല്ല, ഈ ക്വസ്റ്റ്യൻ ഞാൻ ടാക്കിൾ ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറയായി. ഈ നമ്മളീ പറഞ്ഞ നാട്ടിൽ നിന്നുള്ളതും അല്ലാത്തതുമായിട്ടുള്ള പബ്ലിഷേഴ്സ് എല്ലാം തന്നെ എന്നെ ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഇൻഡസ്ട്രിയിൽ, ഈ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടും, ആൾക്കാർ പലരെയും ഇന്ററാക്ട് ചെയ്തിട്ടും, പല എഴുത്തുകാരെ കണ്ടിട്ടും, പല സെലിബ്രിറ്റീസിനെ കണ്ടിട്ടും, പല വേൾഡിലെ പല ബുക്ക് ഫെയർ കണ്ടിട്ടുള്ള എക്സ്പീരിയൻസുകളൊക്കെ വെച്ചുകൊണ്ട് എപ്പോഴാണ് കമ്പയർ ചെയ്തിട്ട് ഒരു പുസ്തകം അത് ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര്. അപ്പം ഇപ്പോഴും ഞാൻ വളരെ ആക്റ്റീവായിട്ട് ഈ ബുക്ക് ഫെയറിലുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്താൽ, അതങ്ങനെ ഒരു പ്ലാൻ എൻ്റെ മനസ്സിലുണ്ട്. എൻ്റെ മനസ്സിൽ ഓർമ്മയിലുള്ളതും ഞാൻ ഒരു പ്രാവശ്യം ചെയ്യുന്ന പല സ്ഥലത്തും ഞാൻ കുറിച്ച് വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഈ ബുക്ക് ഫെയറിന്റെ ഫ്രം ദി ബിഗിനിങ് ടിൽ നൗ എൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എൻ്റെ കയ്യിലുണ്ട്. അത് ആരുടെ കയ്യിലും ഇല്ല, അത് ഡിപ്പാർട്ട്മെന്റിൽ പോലും ആരുടെ കയ്യിലും ഇല്ല. അത് ഞാൻ മാത്രം എൻ്റെ പേഴ്സണലായിട്ട് സൂക്ഷിക്കുന്നതാണ്. അതായത് എത്ര പുസ്തകമേള നടന്നു, അതിൽ എന്തൊക്കെയായിരുന്നു അതിൻ്റെ ഓരോ കൊല്ലം ഉണ്ടായിരുന്ന ഗസ്റ്റ് ഓഫ് ഓണർ ആരായിരുന്നു, ഓരോ കൊല്ലത്തിൽ നമ്മൾ വിസിറ്റ് ചെയ്ത കൺട്രീസ് ഏതൊക്കെയാണ്, എത്ര എഴുത്തുകാർ കൊണ്ടുവരുന്നു, ആരൊക്കെയായിരുന്നു എഴുത്തുകാർ ഓരോ കൊല്ലം വന്നിട്ടുള്ളത്, അങ്ങനെ എത്ര സെയിൽ നടന്നു, എത്ര വിസിറ്റ്സ് ഉണ്ടായിരുന്നു, പിന്നെ ഏത് വെന്യൂലാണ്, അങ്ങനെ ഞാൻ പറഞ്ഞില്ല. അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിഗേഴ്സ് അതിന്റെ ഫ്രം ദി ബിഗിനിങ്, ഫ്രം 1982 ഓൺവേർഡ്സ് എനിക്ക് എൻ്റെ കയ്യിലുണ്ടത്. ഇപ്പൊ ടിൽ 2024 വരെയുള്ള എല്ലാം എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കമ്പൈൽ ചെയ്തുകൊണ്ട് ഒരു വളരെ വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട് പ്ലസ് ഞാൻ കണ്ടിട്ടുള്ള പുസ്തകമേള, എന്നെ പേഴ്സണലി ഹൈപ്പ് ചെയ്യാനല്ല, പക്ഷെ ആ ഷാർജ പുസ്തകമേള എന്തൊക്കെ ചെയ്തു. ഷാർജ ഭരണാധികാരി ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ്. ആ മനുഷ്യനെ നന്നായിട്ട് അതിൻ്റെ അകത്ത് പ്രൊജക്റ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ പുസ്തകമേള അന്നെങ്ങനെയായിരുന്നു, ഇന്നെങ്ങനെയായിരുന്നു, എന്തൊക്കെയാണ് അതിൻ്റെ സക്സസ് ഇൻഗ്രീഡിയൻസ്, എന്തുകൊണ്ട് ഷാർജ പുസ്തകമേള പ്രിയപ്പെട്ടതാവുന്നു, എന്തൊക്കെയാണ് നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുള്ള അതുണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്ട്സ് എന്തൊക്കെയാണ്, അത് മലയാളി കമ്മ്യൂണിറ്റിക്ക് എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട്, മലയാളി കമ്മ്യൂണിറ്റി ബുക്ക് ഫെയറിനെ എത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ പ്രാക്ടിക്കൽ എൻ്റെ കണ്ണിൽ കൂടി കണ്ടിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ വായന ഇൻ ജനറൽ, വായനൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒന്ന് കമ്പയർ ചെയ്തുകൊണ്ട് അതിൻ്റെ ഫുൾ ടോട്ടൽ സ്റ്റോറി പറയാവുന്ന ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് ഒരു പുസ്തകം ഞാൻ എൻ്റെ മനസ്സിൽ സ്വപ്നം കാണുന്നുണ്ട്. അതെൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമുമാണ്. എന്തെങ്കിലുമൊക്കെ നോക്കാം. എല്ലാ മലയാളികളും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കും ആ പുസ്തകം തീർച്ചയായും. അപ്പൊ അങ്ങനെ ഒരു സ്വപ്നം ഉണ്ട് മനസ്സിൽ.
Manda, thank you so much for speaking between the lines. Thank you very much. താങ്ക് യു.